ഹിന്ദുരാഷ്ട്രജൈത്രരഥം അരുണവർണ്ണധ്വജസഹിതം തേജസാ സമുജ്വലിതം ആഗതം സുസ്വാഗതം ആഗതം സുസ്വാഗതം. സനാതനധർമ്മം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിബന്ധനകളോ അല്ലെങ്കിൽ നിർബന്ധങ്ങളോ ഒന്നുമില്ലാതെ എല്ലാതരം വൈവിധ്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഏറെ കേൾക്കുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം വലിയ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ അതിനൊക്കെ എത്രയോ മുമ്പ് ഇത് പ്രാവർത്തികമാക്കിയവരാണ് സനാതനധർമ്മം. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യം എല്ലാമുണ്ട്. സ്വാതന്ത്ര്യം നമ്മളെപ്പോലെ, ഹിന്ദുത്വത്തെ പോലെ ലോകത്തിന് സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദുത്വത്തെ പോലെ ഒരു സർവകലാശാലയില്ല പഠിക്കാനും. ആചാരങ്ങളിൽ നമ്മൾ നിർബന്ധങ്ങൾ പറയുന്നില്ല. ഹിന്ദു ധർമ്മത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള ആചാരമായിരിക്കും. അപ്പോൾ വസ്ത്രധാരണ രീതി തന്നെ നോക്കുക. ഹിന്ദുക്കളായ മലയാളി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അർദ്ധനഗ്നനായിരുന്നു. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഒരു തോർത്തുമുണ്ട് കൊണ്ട് തടുക്കാൻ കഴിയാണ്ടായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ. ഒരു തോർത്തുമുണ്ട് മടക്കി ഒന്ന് വീശിയാൽ പോകാത്ത ചൂടുമില്ല, ഒരു തോർത്തുമുണ്ടൊന്ന് കാലുമ്മക്കൂടി ഇട്ടാൽ പോകാത്ത തണുപ്പും പിടിയില്ല. അതുകൊണ്ട് തന്നെ അർദ്ധനഗ്നരായിരുന്നു. അത് ഒരു ചൂഷണത്തിൻ്റെ ഒന്നും ഭാഗമായിട്ടല്ല. ഒരു 10, 60, 70 കൊല്ലം മുമ്പ് ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ പോയിരുന്ന അന്നത്തെ വൃദ്ധരായ ജനങ്ങളുണ്ടെങ്കിൽ അവർക്കറിയാം, അവിടെ വന്നിരുന്ന ആൺകുട്ടികൾ പലരും തോർത്തുമുണ്ട് മാത്രം ധരിച്ചു പോണവരായിരുന്നു. ഈ ഷർട്ട് എന്നുള്ളതൊക്കെ സായിപ്പ് നമ്മളെ പഠിപ്പിച്ചതാണല്ലോ. ആ അർദ്ധനഗ്നരായിരുന്നു. അതേസമയം അങ്ങ് കാശ്മീരിൽ ചെന്നാൽ ആകെ രോമക്കുപ്പായത്തിൻ്റെ ഉള്ളിലാവും. ചിലപ്പോൾ പൂജാരി വരെ രോമക്കുപ്പായത്തിൻ്റെ ഉള്ളിലാവും, കയ്യിൽ വരെ ഗ്ലൗസ് ഉണ്ടാകും. എന്തുകൊണ്ട്? അവിടുത്തെ കാലാവസ്ഥ അതാണ്. അപ്പോൾ അതാത് ദേശത്തെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും അനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഹൈന്ദവ ധർമ്മത്തിലുണ്ട്. അല്ലാതെ ലോകം എല്ലായിടത്തും എല്ലാവരും ഒരേ തരം വസ്ത്രധാര, കാലാവസ്ഥ ഏതായാലും വേണ്ടിയില്ല, അവിടുത്തെ സാഹചര്യം എന്തായാലും വേണ്ടിയില്ല, ലോകം മുഴുവൻ ഒരേ വസ്ത്രം ധരിച്ചോളണം പറഞ്ഞിട്ടില്ല. യൂണിഫോമിറ്റി അല്ല, അവിടെ യൂണിറ്റി. നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചോളൂ. പടിഞ്ഞാട്ട് തിരിഞ്ഞ് നമസ്കരിക്കണോ, കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണോ, വടക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണോ, തെക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണോ, നിങ്ങൾ വട്ടത്ത് തിരിഞ്ഞ് നമസ്കരിച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ എങ്ങനെ നമസ്കരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. ഇനി നമസ്കരിക്കേ വേണ്ട. നിങ്ങൾ ആരെ ദൈവമാക്കണം? അമ്മ അച്ഛനെ ആക്കിക്കോളൂ, കുഴപ്പമില്ല. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അവിടെ തുടങ്ങി. അപ്പം ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തൊക്കെ ആചാരങ്ങൾ പിൻപറ്റണം, ആരും നമ്മളെ മൂക്ക് കയറിട്ട് പിടിച്ചിട്ടില്ല. അപ്പം സ്വാതന്ത്ര്യത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത ധർമ്മമാണ് സനാതനധർമ്മം. ഇന്ന് ലോകത്തിന് ആവശ്യം സ്വാതന്ത്ര്യമാണെങ്കിൽ, എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾ നടന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ആ പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണം ഒന്നേ ഉള്ളൂ, ലോകം ഹിന്ദുത്വത്തിൽ നിന്നകന്നു. ഹിന്ദുത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ പ്രക്ഷോഭങ്ങളുടെ ആവശ്യം ആകുമായിരുന്നില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി. കാരണം വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ധർമ്മമില്ല. കാലിക പ്രസക്തി അന്വേഷിക്കുമ്പോൾ ഏതായാലും കാലികമായ സംഭവഗതികളിലേക്ക് കടക്കാതെ കാലിക പ്രസക്തിയിലേക്ക് കടക്കാൻ സാധിക്കില്ല. ഏറ്റവും അധികം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്ത സനാതനധർമ്മം ഇന്ന് ഏറ്റവും അധികം കുറ്റപ്പെടുത്തപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും ഒക്കെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളിടത്തേക്കാണ് ഇന്ന് സനാതനധർമ്മത്തിൻ്റെ മേലേക്ക് ചിലർ ചെളിവാരി എറിയുന്നു, വിരൽ ചൂണ്ടുന്നു. ഒരു ചെറിയ ഉദാഹരണം പങ്കുവയ്ക്കാം നിങ്ങളുമായിട്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് നടക്കുന്ന ചില സംഭവഗതികൾ ഇനി തീർന്നിട്ടില്ല തോന്നുന്നുണ്ട് എനിക്ക്. എവിടെയൊക്കെയോ നടക്കുമെന്നൊക്കെ പറയുന്നു ചില സംഭവഗതികൾ. ഇത് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. സംഭവഗതികൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ പറയാൻ പോകണമെന്നുള്ളത്. അത് എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള സഹപ്രവർത്തകർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചിലർ പറഞ്ഞത് വളരെ ആശ്വാസം തോന്നുന്നു. ആ പറഞ്ഞവർ സ്വന്തമായിട്ട് വീട് വെക്കാത്തവരാ, കുടുംബ വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പക്ഷിക്ക് കൂടുണ്ടാക്കാൻ ആ മുട്ടയിടുന്ന പ്രായത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യനെ അങ്ങനെയല്ല. ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസിൻ്റെ അധ്വാന. ഒരായുസിലുണ്ടാക്കിയത് മുഴുവൻ അതിൽ കൊണ്ടിറക്കണം, ഒരു പുരുഷായുസിൻ്റെ കടം ബാക്കിയിട്ടാവും. അങ്ങനെയാണ് നമ്മൾ വീട് കെട്ടുക. അപ്പോൾ ഈ വീട് കെട്ടാത്തവരിപ്പോൾ ആശ്വാസത്തിലാണെന്ന് പറഞ്ഞത്. അതിനവർ പറയാനുള്ള കാരണമുണ്ട്. മെനക്കെട്ട പണിയാണ് വീടിന് ചിലവാക്കണം, പക്ഷേ ഇനി ചിലവ് കുറഞ്ഞ വീട് കെട്ടാമെന്നാണ്. ഇനി വീടിനൊന്നും വലിയ ചിലവില്ല. ലോറി ബേക്കർ വന്ന് ചിലവ് കുറഞ്ഞ വീട് കെട്ടിത്തരുമോ എന്നൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ, രൂപകൽപ്പന ചെയ്തിട്ട്. അതൊന്നുമല്ല. ഈ വീടിൻ്റെ വലിപ്പം എങ്ങനെയാണ്? നമ്മുടെ പോക്കറ്റിൻ്റെ വലിപ്പം നോക്കാതെയാണ് നമ്മൾ വീട് കെട്ടണത്. അതുകൊണ്ടല്ലേ കടം വരുന്നത്. പോക്കറ്റിനനുസരിച്ചല്ല നമ്മൾ വീടിൻ്റെ വലിപ്പം വെക്കണത്. നമ്മൾ ആദ്യം ചിന്തിക്കും മക്കൾ എത്ര ആളുണ്ട്. 2 മക്കളുണ്ടെങ്കിൽ മിനിമം 3 ബെഡ്റൂമെങ്കിലും വേണ്ടേ?
പിന്നെ ബാക്കി അനുസാരി വാദ്യങ്ങളെല്ലാം വേണം അല്ലേ. കിച്ചണാകാം, മറ്റേതാകാം. അപ്പോൾ ഒന്ന് അടുക്കളയൊന്നുമില്ല പാവം നമ്മുടെ വീടിനൊക്കെ. കിച്ചണായി അല്ലേ, വർക്ക് ഏരിയയായി, സിറ്റ് ഔട്ടായി, ഗെറ്റ് ഔട്ടായി, അവിടെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിലതൊക്കെ വേണ്ടേ. ഈ എല്ലാ അനുസാരി വാദ്യങ്ങളൊക്കെ കൂടി കെട്ടി വരുമ്പോഴേക്ക് അത്യാവശ്യം കയ്യിലുള്ളത് മുഴുവൻ തീരും. അപ്പോൾ ഇനി ആ വീട്ടിൽ ചില കാര്യങ്ങളാണ് വെട്ടിക്കളയാമെന്നാണ്. അതുകൊണ്ടാണ് ചിലവ് കുറയാൻ പോകുന്നത്. കിച്ചൺ വെട്ടാൻ പറ്റില്ല. നാളെ ഇനിയിപ്പോൾ ഗുളിക വരുമോ ശരിയല്ലേ, വിശപ്പൊക്കെ മാറാനുള്ള വല്ല ഗുളികയും വന്നാൽ വേണമെങ്കിൽ അടുക്കള വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ആദ്യം ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാകുന്നാണ് പറഞ്ഞത്, അത് ബെഡ്റൂമാണ്. ഇനി മുതൽ നമ്മുടെ വീടുകൾക്കൊന്നും ബെഡ്റൂം വേണ്ടി വരില്ല എന്നുള്ള ആശ്വാസത്തിലാണ് പലരും ഇരിക്കുന്നത്. എന്തേ അവരെ കൊണ്ട് അത്തരത്തിൽ ചിന്തിപ്പിക്കണത്? നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? യുവതലമുറയ്ക്ക് കൊടുക്കാൻ കേരളത്തിലെ ചിലർ വെമ്പിക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്താ? അവർക്ക് എന്തിനാ ബെഡ്റൂം? അവർക്ക് ചുംബിക്കാൻ മറൈൻ ഡ്രൈവ് മതി, അവർക്ക് കെട്ടിപ്പിടിക്കാൻ മുതലക്കുളം മൈതാനം മതി, നാളെ ഫസ്റ്റ് നൈറ്റ് പുത്തരിക്കണ്ട മൈതാനത്താവും. ഇനി എന്നാ അത് ടിക്കറ്റ് വെച്ച് നടത്തുക എന്നുള്ളതിലേക്ക് മാത്രമേ ചിന്തിക്കുള്ളൂ. എല്ലാം ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പേര്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തൊരു ധർമ്മത്തിൻ്റെ മേൽ ചെളിവാരി എറിയാനാണ്, അതിൻ്റെ കുടുംബ സങ്കല്പങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് ഇതേപോലുള്ള സമര ആഭാസങ്ങൾ നടക്കുന്നത്. അത്ര നമ്മൾ സനാതന ധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി ചിന്തിക്കുമ്പോൾ ചേർത്ത് വായിക്കണം. ഇത് സനാതന ധർമ്മത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയായിരുന്നു. കാരണം സനാതന ധർമ്മം നിലനിന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ഇതര ധർമ്മങ്ങളെ അപേക്ഷിച്ച് സനാതന ധർമ്മത്തിനുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ഇതര ധർമ്മങ്ങൾ ദൈവത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമ്മൾ വ്യക്തിയെപ്പറ്റി ചിന്തിച്ചു. വ്യക്തി നിർമ്മാണത്തിനാണ് ഹിന്ദുത്വം പ്രാധാന്യം കൊടുത്തത്, ദൈവത്തെ നന്നാക്കാനല്ല, ദൈവത്തെ ശക്തിപ്പെടുത്താനല്ല. നമ്മൾ ചെയ്യുന്ന ഒരാചാരവും ഒരനുഷ്ഠാനവും ഒരു വിശ്വാസവും ദൈവത്തിനുള്ളതല്ല, നമുക്കുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കിയിട്ടല്ല. അത് ചെയ്താൽ നമുക്കെന്ത് ഗുണമുണ്ട്? നമുക്ക് ശാരീരികമായോ മാനസികമായോ ബുദ്ധിപരമായോ ആത്മീയമായോ അല്പമെങ്കിലും ഉണർവ് പകർന്നു തരാൻ കഴിയുന്ന ആചാരങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അത് ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യണതല്ല. അപ്പോൾ ഒന്നും ദൈവത്തിന് വേണ്ടിയല്ല. ഇങ്ങേയറ്റം അല്ലേ, ഭഗവാന്റെ മുന്നിൽ പോയ ഏത്തം വിടുന്നത് പോലും നമുക്കറിയാം അത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അപ്പോൾ ആ വ്യക്തി നിർമ്മാണത്തിനാണ് ഹിന്ദുത്വം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത്. വ്യക്തിക്ക് ശാരീരികമായി കരുത്ത് വേണം, അതിന് പറ്റുന്ന ആഹാര രീതി, അതിന് പറ്റുന്ന ജീവിത രീതി, ഇതാണ് സനാതനധർമ്മം പഠിപ്പിച്ചു കൊടുത്തത്. ആ ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരെ നോക്കുക. നമുക്ക് നാട്ടിൻപുറത്തെ ഇത്തിരി തണുപ്പും സഹിക്കാൻ വയ്യ, ഇത്തിരി ചൂടും സഹിക്കാൻ വയ്യ. ഇപ്പോൾ AC വേണമെന്നുള്ളതിനെ പറ്റി എല്ലാവരും ഗൗരവമായി ചിന്തിക്കുന്നു. കാരണം ഇവിടുത്തെ ചൂട് നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, ചെറിയ തണുപ്പ് വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഹിമാലയത്തിൻ്റെ മഞ്ഞ് മാത്രമുള്ള മേഖലകളിൽ അല്ലേ, അതിലെ ഗുഹകളിൽ അല്ലെങ്കിൽ ആ മഞ്ഞിൽ അല്പമാത്ര വസ്ത്രധാരികളായി, അഥവാ വസ്ത്രം പോലും ഇല്ലാതെ നമ്മുടെ ഋഷീശ്വരന്മാർ ജീവിക്കുന്നു പ്രകൃതിയുടെ ഏത് തരത്തിലുള്ള വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട്. എങ്ങനെ? അത് അവരുടെ ജീവിത രീതിയുടെ പ്രത്യേകത. അപ്പം എന്തിനോട് പൊരുതാനും ശരീരത്തെ ബലപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ആശുപത്രികളില്ലാതെ ഡോക്ടർമാരില്ലാതെ അവർ ജീവിക്കുന്നു. കാരണം അതിനെയൊക്കെ മാറ്റി നിർത്താൻ കഴിയുന്ന ആരോഗ്യം സനാതന ധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ, ഹിന്ദുത്വത്തിൻ്റെ ആചാരവും അനുഷ്ഠാനവും അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നു. നമ്മളവിടെ ചെന്നാൽ അല്ലേ 10 മിനിറ്റ് നിന്നാൽ ചിലപ്പോൾ രക്തോട്ടം നിലച്ചിട്ട് കൈൻ്റെയും കാലിൻ്റെയും പണി തീരും. ഐസല്ലേ, നിന്ന നിലയിൽ നിന്നാൽ പണി തീരും. അവിടെയാണ് ഇവർ ആ മഞ്ഞിൽ ജീവിക്കുന്ന, ഒരു പ്രശ്നമില്ല. അപ്പോൾ ശരീരത്തെ ബലപ്പെടുത്തുന്നു, രോഗങ്ങളോട് പടിപ്പുറത്ത് നിർത്തിക്കൊണ്ടും. നമ്മുടെ ദൈവങ്ങൾ രോഗങ്ങൾ മാറ്റിത്തന്ന അത്ഭുതം കാണിക്കുന്ന അപൂർവം ചില സംഭവങ്ങൾ നമുക്കല്ലേ ഒരു പക്ഷേ പുരാണങ്ങളിൽ നിന്നോ അതുമല്ലെങ്കിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കാം. മേൽപ്പത്തൂരിൻ്റെ വാദവ്യാധി ഭഗവാൻ മാറ്റി. പക്ഷേ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ആ കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് വന്ന രോഗം മാറ്റിത്തന്ന് വിരുത് കാണിക്കുന്ന ദൈവത്തെയല്ല, രോഗം വരാതെ അരോഗ ദൃഢഗാത്രരായി എങ്ങനെ ജീവിക്കാം. വന്ന രോഗത്തെ ദൈവത്തിന് മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച് പറ്റിങ്ങ് മാറ്റി തന്നു, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ വഴി മാറി പോകുമെന്ന് പറയണതല്ല നമ്മുടെ രീതി. രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ പറഞ്ഞ വരുത്താൻ ഞാൻ എന്നൊരു കേസിൽ വിട്ടിട്ടുണ്ട്, ഇന്നെ ഇപ്പോൾ ഒഴിവാക്കി തന്നില്ലെങ്കിൽ ഇത് അന്ന് വൈകുന്നേരം ഞാൻ മറ്റേ പാർട്ടി പോയി ചേരുന്നതാണ്. അതേമാതിരി ദൈവത്തിനോട് തനിക്ക് ഇന്ന രോഗം വന്നിട്ട് മാറ്റി തന്നിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ പാർട്ടി മാറുമെന്ന് പറഞ്ഞ മാതിരി മതം മാറിപ്പോവും. ഇതല്ല, അരോഗ ദൃഢഗാത്രരായി ജീവിക്കാൻ. ആരോഗ്യമുള്ളവന് രോഗം ഉണ്ടാവില്ല. ആ ആരോഗ്യമുണ്ടാക്കുന്ന ജീവിത പദ്ധതിയാണ് സനാതനധർമ്മം മുന്നോട്ട് വെച്ചത്. അത് നമ്മുടെ ഋഷീശ്വരന്മാരുടെ ജീവിതത്തിൽ നിന്ന് കാണാം. ഇതേപോലെ തന്നെ മനസ്സ് എങ്ങനെയൊക്കെ ബലമാകണം. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമൊന്നല്ല വരിക, നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും വരും, സുഖവും ദുഃഖവും വരും. അതിൻ്റെയൊക്കെ മുന്നിൽ സ്ഥിതപ്രജ്ഞനായി നിൽക്കാൻ കഴിയുമോ? സുഖം വന്നാൽ അമിതമായി അഹങ്കരിക്കാതെ, ദുഃഖം വന്നാൽ അമിതമായി തളരാതെ സ്ഥിതപ്രജ്ഞനായി നിൽക്കാൻ കഴിയുമോ? അത്തരം കാര്യങ്ങൾക്കാണ് സനാതനധർമ്മം പ്രാധാന്യം കൊടുത്തത്. അപ്പം ഇത് വ്യക്തി നിർമ്മാണത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഒരു വ്യക്തി കരുത്തനാകണം. അതിനാണ് കുടുംബസങ്കല്പം പോലും വെച്ചത്.
തനിയെ വളർന്നാൽ അവൻ ആ കരുത്തുണ്ടാകില്ല. ഒരു മൃഗത്തെ പോലെ സ്വാഭാവികമായ ചേഷ്ടകളെ അവനിലുണ്ടാകുള്ളൂ. അവന് മൃഗത്തിന് സ്വാഭാവികമായി വരുന്നതാണ്, ജന്മസഹജമായ ഗുണങ്ങളെ മൃഗത്തിനുള്ളൂ. പക്ഷെ മനുഷ്യരത് പോരാ. അവനെ നന്നാക്കിയെടുക്കാൻ, നല്ല വഴി കാണിച്ചു കൊടുക്കാനുള്ള പരിശ്രമം വേണം. അതിനാണ് കുടുംബസങ്കല്പം. മൃഗങ്ങൾക്കത് വേണ്ട. മൃഗങ്ങൾക്ക് കുടുംബമില്ല. ഈ കുടുംബത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശില്പികളും അല്ലെങ്കിൽ അതിലുപയോഗിച്ച് മുന്നോട്ട് പോയതും ഹിന്ദുക്കളാണ്. നമ്മുടെ ദേവീ ദേവന്മാരെല്ലാം കുടുംബമായാണ് ജീവിക്കുന്നത്. ഈ കുടുംബ പശ്ചാത്തലത്തിൽ മാത്രമേ വ്യക്തി നിർമ്മാണം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം അങ്ങോട്ട് പോകും. കുടുംബ ബന്ധങ്ങൾ കെട്ടുറപ്പോടുകൂടി തലമുറകൾ കഴിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത ബന്ധം. അതാണ് നമ്മുടെ പ്രത്യേകത. 10-14 വയസ്സിൽ കൊത്തിയാട്ടുന്ന ബന്ധമല്ല, മറിച്ച് മരിച്ചു കഴിഞ്ഞാലും തലമുറകൾക്ക് മുമ്പ് മരിച്ചു പോയവർക്ക് കൂടി ഒരുള്ള പിണ്ണച്ചോറുമായി അവരുമായുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധം. 10-14 വയസ്സിൽ കൊത്തിയാട്ടുന്ന പാശ്ചാത്യ സംസ്കാരവും 10-14 തലമുറകളല്ല, എത്രയോ തലമുറകൾക്ക് പിന്നിലുള്ളവർക്ക് കൂടി ഒരു കർക്കടകവാവിനെ ബലിയർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തുലാവാവിനെ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ അവരുമായുള്ള ബന്ധം നിലനിർത്തുകയാണ്. ഈ കുടുംബ ബന്ധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മൃഗത്വത്തിൽ നിന്ന് ഉയർത്തണത്. എന്തിനാ മൃഗത്വത്തിൽ നിന്ന് ഉയർത്തണം? ഇപ്പം ഈ മാതിരിയാണെങ്കിൽ ചെറുപ്പക്കാരിലേക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ മൃഗമായിക്കോളൂ, മനുഷ്യനാകണ്ടെന്നാണ്. ഇതൊക്കെ മൃഗത്തിന് പറ്റുന്ന ചേഷ്ടയാണ്. അറിയാമല്ലോ അല്ലേ നമുക്ക് മൃഗത്തിൻ്റെ മാറ്റം, മൃഗവും മനുഷ്യനും തമ്മിൽ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നാലകത്ത് ഗുരുവായൂരപ്പൻ്റെ തിടമ്പുമായിട്ട് ഗുരുവായൂർ കേശവൻ തന്നെ നിൽക്കണമെന്ന് കൂട്ടുക. അന്തകാലത്ത് എന്തായിരിക്കും ആ സ്ഥിതി? ശിവേലിക്ക് എഴുന്നള്ളിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക. കേശവൻ്റെ മുതുകത്ത് ഗുരുവായൂരപ്പൻ, താളവാദ്യങ്ങൾ, നാരായണ മന്ത്രങ്ങൾ. അതൊരു അസുലഭമായ സന്ദർഭവും. ഗണപതിയെ മഹാവിഷ്ണുവിനെ ഒന്നിച്ച് കണ്ടൊരു പ്രതീതി നമുക്ക് കിട്ടില്ലേ? കേശവനെയും ഗുരുവായൂരപ്പനെയും കൂടി കണ്ടാൽ സംഗതി അങ്ങനെയൊക്കെ നമുക്ക് അനുഭൂതിയൊക്കെ കിട്ടിക്കോട്ടെ. പക്ഷേ കേശവന് മൂത്രമൊഴിക്കണം എന്ന് തോന്നിയാൽ കേശവനോട് മൂത്രമൊഴിച്ചിരിക്കും. പിണ്ടിയിടണം തോന്നിയാൽ അതും കുശാലായി നിർത്തും. തുമ്പി എത്തുന്നിടത്ത് പട്ടിയുണ്ടെങ്കിൽ വലിച്ചിട്ട് തിന്നും ചെയ്യും. എന്തുകൊണ്ട്? അത് ആനയാണ്. അതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് ആന ലിറ്റർ കണക്കിന് മൂത്രമൊഴിച്ചാലും പുണ്യാഹല്യ. ഒരു കുട്ടി ഒരു തുള്ളി മൂത്രമൊഴിച്ചാൽ പുണ്യാഹുണ്ട്. കാരണം കുട്ടി മാറ്റം വരേണ്ടവനാണ്. രക്ഷിതാക്കൾക്ക് ആ സന്ദേശം വേണം. കുട്ടിക്ക് എവിടെ എന്തും പറ്റില്ല. അവൻ്റെ വ്യക്തി നിർമ്മാണം അവിടെയേ തുടങ്ങണം. ഞാൻ ഇഷ്ടമുള്ളടത്ത് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മൃഗമാണ്. ആനയ്ക്ക് എന്തിനു സ്വാതന്ത്ര്യ? ഈ സ്വാതന്ത്ര്യത്തിനാണോ നമ്മൾ പടപൊരുത്തേണ്ടത്? ഈ സ്വാതന്ത്ര്യമല്ല ഹിന്ദുത്വം കൊടുത്തത്. എവിടെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ഭയമാകുന്നു നമുക്ക് അടുത്ത സമരം എന്തിനാകുന്നുള്ളത്. അടുത്ത സമരം ഞാൻ ചിന്തിക്കുന്നു പരസ്യമായി മലമൂത്ര വിസർജനം ചെയ്യാനാകും. കാരണം ചിലപ്പോൾ ചോദിക്കും, പരസ്യമായി ഒന്ന് മൂത്രമൊഴിക്കാനോ അപ്പിയിടാനും പറ്റാത്ത ഈ നാട്ടിൽ എന്തിനാ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയേ എന്ന് ചോദിച്ചിട്ടായിരിക്കുമോ അടുത്ത കോലാഹലം? ന്യായമായും ഭയമുണ്ട്. അവിടെയാണ് ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രസക്തി. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പാശ്ചാത്യമായ വാക്കുകളെ നമുക്കെടുക്കാം. എനിക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അന്യൻ്റെ മൂക്ക് വരെ മാത്രം. അതാണല്ലോ സ്വാതന്ത്ര്യം. എനിക്ക് എൻ്റെ കൈയാണ്, സ്വന്തമായി ഇഷ്ടം പോലെ വീശാം, അന്യൻ്റെ മൂക്ക് വരെ മാത്രം. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മൂക്കാണ് എന്നാണ് വെപ്പ്. ഇപ്പം ചിലപ്പോൾ വയറൊക്കെ ആയിരിക്കാം, പക്ഷെ പഴയ സങ്കല്പം വെച്ചുകൊണ്ടാണ് പറയണത് മൂക്കാണ് ഏറ്റവും മുന്നിലേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗമെന്ന്. അപ്പോൾ കൈ വീശാം, അന്യൻ്റെ മൂക്ക് വരെ മാത്രം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ. നന്മയിലേക്കുള്ള സ്വാതന്ത്ര്യം. തിന്മയിലേക്ക് പോകാനല്ല, അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. ഏതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് അത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗത്തെ പോലെയല്ല. ഒരു മൃഗം കൂട്ടിയാലും ലോകത്തെ നശിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യൻ കൂട്ടിയാൽ പറ്റും. ഒരു മൃഗം കൂട്ടിയാലും പറ്റില്ല. ആറ്റം ബോംബുണ്ടാക്കി ലോകത്തെ നശിപ്പിക്കാൻ മൃഗത്തിന് പറ്റുമോ? മനുഷ്യൻ വിചാരിച്ചാൽ ഒരു പുഴയെ കൊല്ലാൻ മൃഗം വിചാരിച്ചാൽ പറ്റുമോ? മണൽ വാരിയിട്ടും അല്ലേ? പുഴ തനിയെ ഉണ്ടായതാണെന്ന് ഒരിക്കലും നശിക്കില്ല. എന്നാലും നമ്മൾ നോക്കും. ഞങ്ങളെ കൊണ്ട് കൂട്ടിയ ഞങ്ങളുടെ കാലത്ത് തന്നെ ഇതിനെയൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? സ്വാഭാവികമായ പ്രകൃതിയെ നശിപ്പിക്കാൻ അല്ലേ? തോട് നികത്താൻ, ആറന്മുളക്കാർക്കും പത്തനംതിട്ടക്കാർക്കും ഒന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. തോട് നികത്താനും കുന്നിട്ടിക്കാനും വയൽ നിരത്താനും അങ്ങനെ ഒരു പ്രകൃതിയെ തന്നെ അങ്ങോട്ട് കൊല വിളിക്കാൻ മൃഗം വിചാരിച്ചാൽ പറ്റുമോ? മനുഷ്യൻ്റെ മനസ്സ്, അവിടെ മനുഷ്യൻ്റെ ബുദ്ധി നന്മയേക്കാൾ കൂടുതൽ സ്വാഭാവികമായി പ്രവഹിക്കുക ചിലപ്പോൾ തിന്മയിലേക്കാണ്. അതുകൊണ്ടാണ് ചില നിയന്ത്രണങ്ങൾ. അവിടെ നിയന്ത്രണമല്ല, ചില വഴികാട്ടലുകൾ. ഇന്ന വഴിക്ക് പോയാൽ ഇന്നതാണ്. ആ ചില ദിശാബോധം നൽകൽ മാത്രമാണ് ഹിന്ദുത്വത്തിൻ്റെ. അവിടെ സ്വാതന്ത്ര്യത്തിന് വിലം കിട്ടുകൊണ്ടല്ല, പക്ഷെ ഇതല്ല ശരി, മറ്റതൊന്നാണ് എന്ന് ദിശാബോധം കാണിച്ചു കൊടുക്കുന്നു. വിലം കിട്ടാൽ ആരും അനുസരിക്കില്ല. നമ്മൾ നമ്മുടെ കുട്ടികളോട് നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന വിധത്തിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞു നോക്കൂ.
ഞാൻ കുട്ടിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മനസ്സ് അവർ കാണാണ്ട് അതൊന്ന് തെറ്റിക്കാൻ എന്താ വഴി എന്നുള്ളതാണ്. ഇന്ന വിധത്തിൽ ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ വാഞ്ചയുള്ള മനസ്സാണ് നമ്മുടേത്. പിന്നെ നമ്മൾ വിചാരിക്കുക അതല്ലാണ്ട് ഒന്ന് ചെയ്യാൻ എന്താ വഴി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന വിധത്തിൽ ചെയ്യണമെന്ന് പറയില്ല. ഇന്നത് ചെയ്താൽ നല്ലതാണ്, ഇന്നത് ചെയ്താൽ ദോഷമാണ്. ആ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു സനാതനധർമ്മം. ശരിയെ വീണ്ടും 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 പുകഴ്ത്തി പാടി 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 പറയുന്നു, നന്മകൾ നമ്മളിലേക്ക് എത്തിക്കാൻ. തിന്മകളെ കഴിയുന്നത് നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ആധുനിക സോഷ്യോളജിയൊക്കെ അംഗീകരിക്കുന്നത് തന്നെയാണ്. സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട്, സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉപാധിയായി പറയുന്നത് തന്നെ ഡീവിയേഷൻ, മാറ്റി നിർത്തുക. വേർതിരി സമാജത്തിന് ഇണങ്ങാത്ത പെരുമാറ്റം കാണുന്നവരെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക. അപ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവൻ നന്മയിലേക്ക് വരും. ആധുനിക സോഷ്യോളജി പോലും ഇത്തരം തത്വങ്ങൾ ഒരുപക്ഷെ ഹിന്ദുത്വത്തിൽ നിന്നായിരിക്കാം എടുത്തിരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ പുരാണ കഥകൾ. ആദിയും അന്തവുമില്ലാത്ത ദൈവങ്ങൾ എന്തിന് കുടുംബമായി ജീവിച്ചു? കുടുംബ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും. ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയാണ് ശിവനായാലും മഹാവിഷ്ണുവായാലും എല്ലാവരും കുടുംബമായി ജീവിക്കുന്നു. ഇന്ന് പലരും പല വേദികളിലും കുറ്റപ്പെടുത്തുന്നൊരു കാര്യമാണ്, ഹിന്ദുക്കളുടെ ഒരു ദൈവേ കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാവണു, തല്ലുകൂടുന്നു, അല്ലേ, ഇതെന്ത് ദൈവമാണ്? അതാണ് ദൈവം. നമുക്ക് എന്താണോ വഴി കാട്ടേണ്ടത്, കുടുംബമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുന്നതെങ്കിൽ ഈശ്വരന്മാർ കുടുംബമായി ലീലയാടുന്നു നമുക്ക് വേണ്ടിയിട്ട്. അവിടെ നിന്ന് സന്ദേശമുണ്ടാക്കുന്നു. അല്ലാതെ ഇപ്പം ഇന്ത്യൻ ഭരണഘടന പഠിച്ചിട്ട് നമ്മളൊന്നും നന്നാവില്ലല്ലോ. അതുപോലെ ദൈവങ്ങളാണെങ്കിലും ഒരു ഡു ആൻഡ് ഡോൺസിൻ്റെ ഒരു പട്ടിക തന്നാൽ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ മനസ്സിൽ കയറുന്നത് അവരുടെയൊക്കെ മായകളും ലീലകളുമാണ്. അത് തന്നെയാണ് സനാതനധർമ്മം വ്യക്തി നിർമ്മാണത്തിന് ഉപയോഗിച്ച രീതിയും. അല്ലാതെ തല്ലിപ്പഴിപ്പിച്ച് ആരെയും നേരെയാക്കിയതല്ല. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നമുക്ക് നോക്കാം അങ്ങനെ എങ്ങനെ നേരെയാവുന്നുള്ളത്. ഇപ്പോൾ നൂറ്റാണ്ട് യുദ്ധം നടത്തിയ ചരിത്രത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കറിയാം, ചേര ചോളന്മാർ തമ്മിൽ നടന്ന നൂറ്റാണ്ട് യുദ്ധം, ഒരു നൂറ്റാണ്ട് നീണ്ടു നിന്ന യുദ്ധം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തകിടം മറിച്ചിട്ടുണ്ട്. ആ നൂറ്റാണ്ട് യുദ്ധത്തിൽ ധാരാളം പുരുഷന്മാർ കൊല്ലപ്പെടുകയും സർവത്ര അവ്യവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യമായ അധപ്പതനം ഉണ്ടായത്. അവിടെയാണ് സംബന്ധവും അസംബന്ധവും ഒക്കെ കേരളത്തിൻ്റെ രീതിയായി വന്നത്. എങ്ങനെയാണ് അതൊക്കെ പോയത്? ആ സംബന്ധവും അസംബന്ധവും ഒക്കെ എങ്ങനെയാണ് പോയത്? നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു രാമൻ കടന്നിരുന്നു, ഏകപത്നി വ്രതക്കാരനായ ഒരു രാമൻ. ഒരു രാമനാമം ചെല്ലുമ്പോൾ, ഒരു രാമായണശീലി വായിക്കുമ്പോൾ നമ്മളറിയാതെ എങ്ങനെയൊക്കെയോ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഒരു ഭാര്യ, അതിലൂന്നി നിൽക്കുന്ന ഒരു കുടുംബത്തിന് അതിൻ്റേതായ കെട്ടുറപ്പുണ്ട്, അതിൻ്റേതായ സുഖമുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു രാമൻ കയറി കൂടിയപ്പോൾ സംബന്ധവും അസംബന്ധവും ഒക്കെ കറങ്ങി തിരിഞ്ഞ് ഏകപത്നി വ്രതത്തിലേക്ക് നമ്മളെത്തി. കുടുംബത്തെ ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോഴും ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ നട്ടെല്ലായി നിന്ന് താൻ എന്ത് വിഷമം സഹിക്കാം, മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാൻ എന്ന് പറഞ്ഞ് എല്ലാം സഹിച്ചുകൊണ്ട് സഹനത്തിൻ്റെ മാതൃകയായി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സ്ത്രീ എങ്ങനെ അവളുടെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു ശീലാവധി കയറിയിരുന്നു. അപ്പം കഥകൾ നിസ്സാരമൊന്നുമല്ല, പലതും നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ വിത്തിടുന്നുണ്ട്. അത് സനാതന ധർമ്മത്തിൻ്റെ മഹിമയാണ്. വേദവും വേദാന്തവും പഠിച്ചിട്ടല്ല, കഥകളിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ എന്താണോ ഉൾക്കൊള്ളേണ്ടത് അത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ തകരാറ് നമ്മൾ മതം പഠിക്കണില്ല എന്നുള്ളതാണ്. ഇന്നത് ആവശ്യമായി, കാരണം ആചാരം പോയി, അനുഷ്ഠാനം പോയി, വിശ്വാസം പോയി. ഇതുണ്ടായിരുന്ന കാലത്ത് മതം പഠിച്ചില്ലെങ്കിലും എന്താണോ ഹിന്ദുത്വം അത് നമ്മൾ ഉൾക്കൊണ്ടിരുന്നു. ഉദാഹരണം നോക്കിയാൽ മതി. ഇപ്പോൾ വേദവും വേദാന്തവും പഠിച്ചാൽ എവിടെ എത്തേണ്ടത്? 4 മഹത്വാക്യങ്ങളിലാണ് എത്തുക എന്നാണ് നമ്മൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമാണ് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി. അടുത്ത വഴി തത്വമസി. ഇതൊക്കെ എത്തുന്നതാണ്. വേദവും വേദാന്തവും പഠിച്ചാൽ ഞാൻ ബ്രഹ്മമാകുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അത് നീയാകുന്നു. വേദവും വേദാന്തവും എന്ന് പറഞ്ഞാൽ പച്ചമരുന്നാണോ അതോ അങ്ങാടി മരുന്നാണോ എന്നറിയാത്തവനും ചിലപ്പോൾ അത് ഉൾക്കൊള്ളും. എങ്ങനെ? മണ്ഡലം 1-ാം തീയതി, വൃശ്ചിക മാസം 1-ാം തീയതി രാവിലെ കുളിച്ച് ഒരു മുദ്രയെടുത്ത് കഴുത്തിലിട്ടാൽ ആ അയ്യപ്പൻ്റെ ധാരണ എന്താ? അഹം ബ്രഹ്മാസ്മി, ഞാൻ അയ്യപ്പനാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു. വേദവും പഠിച്ചില്ല, വേദാന്തവും പഠിച്ചില്ല, ഞാൻ ഈശ്വരനാകുന്നു. അതിലൂടെ മുന്നോട്ട് പോയ തത്വമസി, അത് നീയാകുന്നു. ഞാൻ മാത്രമല്ല ഈശ്വരൻ, കാണുന്നതെല്ലാം അയ്യപ്പൻ, എല്ലാം അയ്യപ്പൻ. വേദം പഠിച്ചില്ല, വേദാന്തം പഠിച്ചില്ല, ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊണ്ടു. ഇന്നും പ്രസക്തമല്ലേ നമ്മൾ ചിന്തിക്കുക. ലോകത്തെല്ലാവരും എല്ലാം പഠിച്ച് ഒരേ തലത്തിലെത്തില്ല. വിഭിന്ന രുചിക്കാരാണ്, വിഭിന്ന കഴിവുകാരാണ് ലോകമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്കെല്ലാം ഒരേ രീതി പറ്റില്ല.
വേദവും വേദാന്തവും അതിൽ താല്പര്യമുള്ള പണ്ഡിതന്മാർക്ക്, അതല്ലാത്തവർക്ക് കാര്യങ്ങൾ അറിയണ്ടേ? വേദത്തിലും വേദാന്തത്തിലും പ്രകൃതിയെപ്പറ്റിയും അതിൻ്റെ സംരക്ഷണത്തെപ്പറ്റിയൊക്കെ ശ്ലോകങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഇത് പഠിക്കാത്തവനെ കൊണ്ട് വെറുതെ ഭൂമിദേവി ഒന്ന് തട്ട് തലയിൽ വെപ്പിച്ചു. അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭൂമിദേവി ഒന്ന് തൊട്ട് തലയിൽ വെപ്പിച്ചു. മതി, ഇതെൻ്റെ അമ്മയാണ്, ഇത് ദേവിയാണ്, ഞാൻ ഇതിനെ ദ്രോഹിക്കരുത്. വേദം അറിയില്ല, വേദാന്തം അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത് എല്ലാ തരക്കാർക്കും അവരുടെ തരത്തിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയും സനാതനധർമ്മത്തിൽ. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസമൊക്കെ ശരിക്കും വിദ്യാഭ്യാസ രീതികൾ ആവിഷ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സനാതനധർമ്മത്തിലേക്കാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാവരും വേദവും വേദാന്തവും പഠിച്ചിട്ടേ നന്നാവും എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. 1% പോലും അതിലേക്ക് എത്തില്ല. ആറ്റി കുറുക്കി കുറുക്കി എടുത്താൽ 1% പോലും അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന മഹത്തായ കാര്യങ്ങളിലേക്ക് എത്തില്ല, എത്തുകയും വേണ്ട. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരിലും ഉണ്ടാകണം. അതിന് വൈവിധ്യമാർന്ന മാർഗങ്ങൾ. സനാതനധർമ്മം ഒന്നും തെറ്റായി കണ്ടില്ല. അപ്പം നിങ്ങൾ ഭഗവത്ഗീതയൊക്കെ കാര്യമായി പഠിച്ചവരായിരിക്കണം. ഇതിൽ എല്ലാ മാർഗവും ശരിയല്ലേ? എല്ലാ മാർഗത്തെ പറ്റിയും പറഞ്ഞില്ലേ? സന്യസിക്കണമെന്ന് പറയുന്നവൻ സന്യാസത്തിലൂടെ മോക്ഷം പോകട്ടെ, കർമ്മം ചെയ്യേണ്ടവൻ കർമ്മം ചെയ്യുന്നതിലൂടെ പോകട്ടെ. അടുക്കളയെ സ്വന്തം വീട്ടുപണി ചെയ്യുന്ന വീട്ടമ്മയും ചെയ്യുന്നത് മുക്തിക്കുള്ള കാര്യമാണ്. അത് ഭംഗിയായിട്ട് ചെയ്താൽ അതിലൂടെ അവർക്ക് അങ്ങോട്ടെത്താം. വ്യാധൻ ഗീത ഉപദേശിച്ച നാടല്ലേ? വ്യാധോപദേശം നമുക്കറിയാം, ഇറച്ചി വെട്ടുകാരൻ. അയാൾക്ക് പോലും അയാളുടെ കടമയിൽ നിന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അവനവൻ്റെ കർമ്മത്തിലൂടെ കർമ്മത്തെ ആരാധനയാക്കിക്കൊണ്ട് ആ വഴിക്ക് മുക്തിയിലേക്ക് പോകാം, സന്യസിക്കാം, ജ്ഞാനമാർഗത്തിലൂടെ പോകാം. പഠിച്ച് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകണമെങ്കിൽ എല്ലാ മാർഗങ്ങളെയും നോക്കുന്നു ഗീത. അത് സനാതനധർമ്മത്തിൻ്റെ ആ സർവകലാശാല എത്രമാത്രം വിപുലമാണ് എന്നതിൻ്റെയാണ്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള സംവിധാനം എല്ലാം എത്തിച്ചേരുന്നത് ഒരേ തലത്തിൽ. ചെറിയ ചെറിയ ആചാരങ്ങളിലൂടെയാണ് ചെയ്യുന്നതെങ്കിലും എല്ലാം എത്തിച്ചേരുന്നത് ഒരേ തലത്തിൽ. അങ്ങനെ എത്തിച്ചേർന്നില്ലായിരുന്നുവെങ്കിൽ വെറുമൊരു വനവാസി സഹോദരിയായ വാൽമീകിയുടെ പൂർവാശ്രമത്തിലുള്ള രത്നാകരൻ്റെ ഭാര്യ, അവർ വേദം പഠിച്ചിട്ടില്ല, ഉപനിഷത്തുകൾ പഠിച്ചിട്ടില്ല, വേദാന്തം കേട്ടിട്ടില്ല, അക്ഷരം പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്കും അറിയാമായിരുന്നു താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അവനവൻ ചെയ്യുന്ന ഗുണവും ദോഷവും അവനവൻ അനുഭവിച്ചേ തീരുള്ളൂ. ആർക്ക് എല്ലാവരുടെയും വിഷമവും ദുഃഖവും പാപവും ഒക്കെ കൂടി കൊണ്ടുപോകാൻ കഴിയില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഒരു പാവം വനവാസി സഹോദരിയായ വീട്ടമ്മ അത് പറഞ്ഞു. പക്ഷേ ഹിന്ദുത്വത്തിന് കാലിക പ്രസക്തി ഇന്നും ഉണ്ട്. പക്ഷേ പുഴയെ കൊല്ലാൻ നോക്കുന്നത് പോലുള്ള പരിശ്രമങ്ങൾ വ്യാപകമാകുമ്പോൾ, പുഴ തന്നെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് നശിക്കില്ല. പക്ഷേ വ്യാപകമാകുമ്പോൾ പുഴ മലിനമാകാനും അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരാനും ഒക്കെ കാരണമാകുന്നത് പോലെ സനാതനധർമ്മത്തിനെതിരെയും ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ വ്യാപകമാണ്. ഇതിനെ മലിനപ്പെടുത്താനുള്ളത്, ഇതിൻ്റെ സമ്പത്തുകൾ കോരിക്കൊണ്ടുപോകാൻ, മണൽ കോരിക്കൊണ്ടുപോകുന്നത് പോലെ, വെള്ളം കനാല് വഴി കൊണ്ടുപോകുന്നത് പോലെ, മാലിന്യങ്ങൾ തള്ളുന്നത് പോലെ, ഇതൊക്കെ ഹിന്ദു ധർമ്മത്തിനോടും ചെയ്യുന്നുണ്ട് ഇവിടെ. അവിടെ നമുക്കിതിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടോ? ഇതിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ? അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു ചോദ്യം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന അന്ന് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞു. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ യാത്രാവേളകളിൽ നമ്മളുമായി കണ്ടുമുട്ടുമ്പോൾ എവിടെ വെച്ചും TV ചാനലുകളിലൂടെയാകാം, ഏത് വഴിയാകാം, നിങ്ങളുടെ എല്ലാവരുടെയും പാപത്തെ ഒറ്റ വഴിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുമ്പോൾ ആ ചേച്ചിക്കുണ്ടായിരുന്ന പാണ്ഡിത്യമെങ്കിലും നമുക്കുണ്ടാകണ്ടേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറഞ്ഞ ആ ആദിവാസി വനവാസി വീട്ടമ്മയ്ക്കുണ്ടായ അറിവ് ഇന്ന് 36,000 ക്ഷേത്രങ്ങളും സപ്താഹവും നവാഹവും യാഗവും യജ്ഞവും ഗീതാ ക്ലാസ്സുകളും ഹിന്ദുമത കൺവെൻഷനുകളും എല്ലാമായിട്ട് ലക്ഷദ്വീപവും നക്ഷത്രദ്വീപവും അല്ലെ, ആനയും അമ്പാരിയും വെടിക്കെട്ടും എല്ലാമായി വൈഭവത്തിൻ്റെ വഴിയെ നീങ്ങുന്ന ഹൈന്ദവ ധർമ്മത്തിൽ അന്ന് ഇതൊന്നുമില്ലാത്ത, ചിലപ്പോൾ ഒരു തിരിയൊഴിച്ച് കത്തിക്കാൻ പോലും വഴിയില്ലാത്ത വീട്ടമ്മയ്ക്കുണ്ടായ തിരിച്ചറിവ്. ആ വീട്ടമ്മ സ്വന്തം ഭർത്താവിനെ പോലും തിരുത്തി. ഭർത്താവ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ പോയി പണിയൊക്കെ അല്ലേ, അതൊന്നും നിങ്ങളുടെ പാപമൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് മറിച്ച് പറയുന്നവരോട് പറ്റില്ല, ഞങ്ങളുടെ പാപം വേറെ ആരും കൊണ്ടുപോവില്ല
ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ തന്നെ അനുഭവിക്കണം. ഇതിന് കമ്മീഷൻ വ്യവസ്ഥയ്ക്ക് ആളെ വെച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയ്ക്ക് ആളെ വെച്ചിട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ 103 കൊല്ലത്തെ ഹിന്ദുമത കൺവെൻഷനിൽ നിന്ന് നമ്മൾ സമാഹരിച്ചിട്ടുണ്ടോ? എന്നാ വീട്ടമ്മയ്ക്കുണ്ട്. അവിടെയാണ് കാലിക പ്രസക്തി ഏറെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായി ഇങ്ങോട്ട് കിട്ടാത്തത്. ഈ ധൈര്യം, ആത്മവിശ്വാസം ഇതെവിടെയൊക്കെയോ ചോർന്നുപോയി. അടിമത്വം നമ്മുടെ മുഖമുദ്രയായി മാറി. അപ്പം നമ്മൾ എന്താണോ അതൊന്നും അറിയാത്തത് നമുക്ക് മാത്രം. നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നില്ല. ആ കോലാഹലങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നു ലോകത്തെ രക്ഷിക്കാനുള്ള ഹിന്ദുത്വത്തിൻ്റെ ശേഷി. ഹിന്ദുത്വം ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി ആസൂത്രണം ചെയ്തതല്ല. സനാതനധർമ്മം ആർക്കെങ്കിലും വേണ്ടിയുള്ളതല്ല. നമ്മുടെ ഏത് ഗ്രന്ഥം എടുക്കുമോ അതിന് ഹിന്ദു എന്ന 2 അക്ഷരം കാണാൻ പറ്റുമോ? അതെല്ലാം മനുഷ്യരാശിയോടുള്ളതാണ്. ഏതാനും ചില എന്നെ വിശ്വസിക്കുന്നവരോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. എന്നെ വിശ്വസിക്കുന്നവരോട് മാത്രമല്ല. എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പം. മറ്റുള്ളവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അത് എൻ്റെ തകരാറ്. ഞാൻ എന്നെ വിശ്വസിക്കുന്നവരോട് മാത്രമല്ല, സർവ്വരോടുമാണ് പറയുന്നത്. ഭഗവാനെ എങ്ങനെ കൊല്ലും എങ്ങനെ കൊല്ലും എങ്ങനെ കൊല്ലും എന്ന് മാത്രം ചിന്തിച്ച കംസന് പോലും മോക്ഷം കിട്ടും. ശ്രീരാമന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോവുകയും രാമനെ യുദ്ധത്തിൽ നേർക്കുനേരെ പൊരുതുകയും ചെയ്ത് രാവണന് മോക്ഷം കിട്ടും. ദേവന്മാരെ ആട്ടിപ്പായിച്ച മഹാബലിക്ക് തൃക്കാലുകൊണ്ട് ശിരസിൽ അല്ലേ ആ അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള അനുഗ്രഹം കിട്ടും. മഹാബലിയുടെ കാവൽക്കാരനായി മഹാവിഷ്ണു നിൽക്കുന്നു. ശത്രുതയില്ല. എന്നെ ആരാധിക്കുന്നവന് വേണ്ടി മാത്രം, എൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഒരു ദൈവത്തെ പറ്റി നമ്മൾ കേൾക്കണില്ല. അപ്പോൾ നമ്മുടെ ഈശ്വരന്മാരാകട്ടെ, നമ്മുടെ ഗ്രന്ഥങ്ങളാകട്ടെ, നമ്മുടെ അറിവുകളാകട്ടെ, ഇതൊന്നും കാല ദേശ ഭേദങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തി അധിഷ്ഠിതമോ ഒന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. മനുഷ്യരാശിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഭഗവാനൊക്കെ അർജുനനോടാണ് പറയുന്നതെങ്കിലും അത് സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ്. അവിടെ ഭേദഭാവങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ വിഷമം കൊണ്ട് നിൽക്കുന്ന, തീരുമാനമെടുക്കാൻ അറിയാതെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഗീതോപദേശം. അതേ പോണോ ഇതേ പോണോ, ഇത് നമുക്ക് സംശയം വരാത്തൊരു സന്ദർഭമില്ല. അതേ പോണോ ഇതേ പോണോ എന്നറിയാതെ കുഴങ്ങുന്ന, ഞാൻ ഇനി എന്ത് വേണ്ടു എന്ന് ചോദിച്ച് തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന, പ്രതിസന്ധിയിൽപ്പെട്ട സർവ അർജുനന്മാരോടുമാണ് ക്ലൈഭ്യം മാസ്മഗമ പാർത്ഥ. എന്ത് വേണം തലയ്ക്ക് കയ്യും കൊടുത്തിരിന്നാൽ അത് ആരുമാകട്ടെ. പരീക്ഷാ ചോദ്യപേപ്പർ കണ്ടിട്ടാണോ തലയ്ക്ക് കയ്യും കൊടുത്ത? ഞാൻ എന്ത് വേണം ഭഗവാനെ അല്ലേ, ഇനി ഇതിലെന്താ എഴുതുക അല്ലേ? ക്ലൈഭ്യം മാസ്മഗമ പാർത്ഥ. അവിടെ ആ കുട്ടിയാണ് പാർത്ഥൻ. ചോദ്യപേപ്പർ കണ്ട് തരഞ്ഞിരിക്കല്ലേ, പെന്നും താഴെ വീണിട്ടുണ്ടാവും അല്ലേ, പെന്നെ എനിക്ക് വെക്കാനും തോന്നുന്നില്ല. ആദ്യം ധൈര്യം ഉണ്ടാക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. ക്ലൈഭ്യം മാസ്മഗമ പാർത്ഥ. നിങ്ങൾ ക്ലൈഭ്യം കളയ്, വിഷമാണ്ട് വിട്, കരയല്ല, വരൂ വരൂ, നിന്നെക്കൊണ്ട് പറ്റും. ആ ആത്മവിശ്വാസം കൊടുത്തിറക്കുന്നു, നിന്നെക്കൊണ്ട് പറ്റും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കേവലം ഒരർജുനനോടോ അല്ലെങ്കിൽ ഹിന്ദുക്കളോടോ ഒന്നുമുള്ള ആഹാരമല്ല. നിങ്ങൾ വിശദമായിട്ട് ഇവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ കാലിക പ്രസക്തി ഏറെയുള്ള സനാതനധർമ്മത്തിൻ്റെയും അതിൻ്റെ അറിവുകളെയും നമ്മൾ ഏതൊക്കെയോ സങ്കുചിതമായ ചില ചിന്താഗതികൾക്ക് അടിമപ്പെട്ട് ഒരു മൂലയ്ക്ക് ഒതുക്കാൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കണം എന്ന ഒരു വാർത്ത കേട്ടത് എവിടുന്നൊക്കെയാണ്. പുക വന്ന എലി ചാടണമാതിരി ചാടിയ നിശ്ചയില്ല. ഒരു ഇതാണ്ട് പുക വന്ന സർവ്വ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് എലികളോട് പുറത്തേക്ക് ആടില്ലേ, ഇതേമാതിരി പിന്നെ പുകയത്തെ എലി വായനമാരി എന്നൊരു ചൊല്ലുക, എങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. വിവാദ വിഷയമൊന്നുമല്ല, പക്ഷേ കെട്ടിയത് കൊത്തി എല്ലാവരും പണിയെടുത്തു. ചിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാ ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമാക്കണ, ഇന്ത്യൻ ഭരണഘടന പോരെയെന്ന്. ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥം ആക്കണ്ട, ഇന്ത്യൻ ഭരണഘടന മതിയെന്ന്. മതി, ആ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് സനാതനധർമ്മത്തെ, ഹിന്ദുത്വത്തെ ഭരണഘടനാ ശില്പികൾ എങ്ങനെയാണ് കണ്ടത് എന്ന് നോക്കാൻ ഭരണഘടന മതി. അതിലേക്ക് നോക്കിയാൽ ഈ വിവാദങ്ങൾ തന്നെ നിൽക്കും. 1950 ജനുവരി 26 നമ്മൾ അംഗീകരിച്ച ഇന്ത്യയുടെ ഭരണഘടന, അതിനകത്ത് 21 വർണ്ണ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡയറിയിലൊക്കെ പേജിലിടയ്ക്ക് ഇങ്ങനെ ചിത്രം മാത്രമായിട്ടില്ലേ, ഇതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് 21 കളർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭരണഘടന പോലെ ദേശീയ ഗ്രന്ഥം എന്ന് പറഞ്ഞവർ ഒന്ന് പോയി നോക്കുക. 21 കളർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തെ ചിത്രം ഗീതോപദേശത്തിൻ്റെതാണ്. അപ്പോൾ ഗീത ഈ രാഷ്ട്രത്തിൽ വർഗീയമായി കണ്ടിരുന്നില്ല, ഒരു വിഭാഗത്തിൻ്റെതായി കണ്ടിരുന്നില്ല.
ആദ്യത്തെ ചിത്രം ഭഗവാന്റെ ഗീതോപദേശമാണ്. രണ്ടാമത്തെ ചിത്രം രാമായണ പ്രസിദ്ധമായ ലങ്കാവിജയമാണ്. അപ്പൊ രാമനും ഈ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനാ ശില്പികളെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിരുന്നില്ല. ആ വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള കഥാസന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് 21 വർണ്ണചിത്രങ്ങൾ ഇതിനകത്ത് ആലേഖനം ചെയ്യുമ്പോൾ അവർക്കൊരസ്വസ്ഥതയുമില്ലാതിരുന്നത്. സനാതനധർമ്മം പ്രസക്തമാണ് എന്ന് അവരുടെ ചെയ്തികൾ നമ്മെ പഠിപ്പിക്കുന്നു. രാഷ്ട്രത്തിന്റെ ആപ്തവാക്യം എന്ന് പറയാൻ നമുക്ക് സത്യമേവ ജയതേ. ഇന്ത്യൻ പാർലമെന്റിനെ അലങ്കരിക്കുന്നു. തുടച്ചു കളയാൻ പറ്റുമോ? ഒരു ദേശീയ നേതാക്കളും പറഞ്ഞതല്ല സത്യമേവ ജയതേ എന്നുള്ളത്. ഉപനിഷത്ത് വാക്യമാണ് സത്യമേവ ജയതേ. ഉപനിഷത്തുക്കൾ ഒരു വിഭാഗത്തിൻ്റെതായിരുന്നുവെങ്കിൽ എടുക്കുമായിരുന്നോ നമ്മൾ സത്യമേവ ജയതേ എന്നുള്ളത് നമ്മുടെ ആപ്തവാക്യമായിട്ട്? വർഗീയ ലഹളകളെ കൊണ്ട് ചോരപ്പുളകൾ ഒഴുകിയിരുന്ന 50കൾ വരെയുള്ള കാലഘട്ടം, സിന്ധും പഞ്ചാബും ബംഗാളും ഒക്കെ ചുകന്നൊഴുകുന്ന സമയത്ത് എടുക്കുമോ നമ്മൾ വർഗീയം എന്നുള്ളത്? അത് വർഗീയമല്ല. അത് അവസാനിപ്പിക്കാനുള്ള വഴി ഇത് തന്നെയാണ് നമ്മുടെ ആപ്തവാക്യം സത്യമേവ ജയതേ. നമ്മുടെയൊക്കെ ജീവൻ അല്ലേ, ജീവൻ ഇത്തിരി കാശെങ്കിലും വിലയിടുന്ന LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അവരുടെ ആപ്തവാക്യം എന്താ? നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ കാണാറുണ്ടല്ലോ അവരുടെ ആപ്തവാക്യല്ലേ. LICയുടെ എംബ്ലം ഒക്കെ അറിയാം, യോഗക്ഷേമം വഹാമ്യഹം. അത് LICയുടെ ഡയറക്ടർ പറഞ്ഞൊന്നുമല്ല, സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിക്ക് എങ്ങനെ യോഗക്ഷേമം വഹാമ്യഹം എന്ന് വന്നു? ഭഗവത്ഗീതയിലെ വാക്കുകൾ. ഭഗവാൻ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം. അതാണ് LICയും പറയുന്നത്, യോഗക്ഷേമം വഹാമ്യഹം. തുടച്ചു മാറ്റാൻ പറ്റുമോ? അത് വർഗീയമാണെന്ന് ഇന്ന് വരെ LICയിൽ പോളിസി എടുക്കുന്ന ആരെങ്കിലും എനിക്ക് വേണ്ട, കാരണം അത് യോഗക്ഷേമം വഹാമ്യഹം ഭഗവാന്റെ വാക്കാ പറഞ്ഞിരിക്കണേ, ഞാൻ പോളിസി എടുക്കില്ല എന്നാരും ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഓരോന്നിനും ആപ്തവാക്യമുണ്ട് നമുക്ക്. മുഴുവൻ പറഞ്ഞാൽ അത് മാത്രം ഒരു വിഷയമായിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റേ ചക്ക ചൂന്ന് നോക്കി എടുക്കണ മാതിരി ഒന്ന് മാത്രം എടുത്ത എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒറ്റയൊന്ന് പറഞ്ഞാൽ മതി. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേരേ ഉള്ളൂ, സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്, തേഞ്ഞിപ്പലത്താണ്. അതിനുമുണ്ട് ആപ്തവാക്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊണ്ട് ആപ്തവാക്യം അവരുടെ എംബ്ലത്തിലുണ്ട്. സർട്ടിഫിക്കറ്റുകളിലൊക്കെ എംബ്ലം പതിക്കുന്നു. നിർമ്മായ കർമ്മണാശ്രീ. സംഗതി അബദ്ധം പറ്റിയതാ. വ്യവസായശാലകൾക്ക് മുമ്പിൽ വെക്കേണ്ടതായിരുന്നു. സംസ്കൃതം അറിയാത്തവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സംസ്കൃത വാചകം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വിദ്യാലയങ്ങൾക്ക് മുമ്പിൽ വേണ്ടതല്ലത്, അത് വ്യവസായശാലകൾക്ക് മുന്നിൽ വേണ്ടതാ. പക്ഷെ ആ സാധനം ഉപനിഷത്ത് വാക്യമാണ്. മലപ്പുറം ജില്ലയ്ക്കകത്ത് നിൽക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോലും ആപ്തവാക്യമായി ഉപനിഷത്തുക്കളിലേക്ക് കടന്നു ചെല്ലാമെങ്കിൽ അതിൻ്റെ കാലിക പ്രസക്തി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്ന് ചാടിക്കളിക്കുന്നവർക്കും അറിയാം, പക്ഷേ അവരൊക്കെ മറ്റാർക്കൊക്കെയോ വേണ്ടി വെളിച്ചപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമാക്കണ്ട എന്ന് തുടങ്ങി സനാതനധർമ്മത്തെ മറ്റു ധർമ്മങ്ങളെ പോലെ തന്നെ ഒരു പിടി ആളുകൾക്കും അല്ലെങ്കിൽ മറ്റേ സങ്കുചിതമായ ചില ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിന്ദുത്വം എന്ന ഒരു ധാരണ പകർത്താനാണ്. ഇത് ഹിന്ദുവിൻ്റെയാണ്, അതെങ്ങനെയാണ് എന്ന് പറയുന്നത് മറ്റുള്ളതിൽ ഒന്ന് മാത്രമാണ് ഹിന്ദുത്വം എന്ന് പ്രചരിപ്പിക്കാനാണ്. മറ്റു മതങ്ങളെ പോലെ ഒരു മതം മാത്രം ആളുകളെ ഇങ്ങനെ കുറച്ച് പേരെ നിർത്തുന്നു, ചില ചെയ്യുന്നു. ആ പലതിലൊന്നാണ് ഭാരതത്തെ സംബന്ധിച്ച് ഹിന്ദുത്വം എന്ന ധാരണ വരുത്താൻ. അതാണ് ഇന്ന് മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്താ കാണിക്കുക? പല വേദിയിലും മതേതരത്വം കാണാറുണ്ട്. ഞാൻ കഴിയണതും അത്തരം വേദികളിൽ പോകാറില്ല. മതേതരത്വത്തിനോട് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, ഈ ജാടയോട് എനിക്കിഷ്ടമില്ല. നമ്മൾ ഈ ജാടയൊന്നും കാട്ടിയിട്ടല്ല മതേതരത്വം നടത്തിയത്. അവിടെ ഒരു മൗലവി ഉണ്ടാകും, ഒരു പാതിരി ഉണ്ടാകും, ഒരു തിരുമേനി ഉണ്ടാകും. ഓ, മതേതരത്വമായി. 3 പേരും കൂടി വേദിയിൽ നിന്ന് പരസ്പരം ചൊറിഞ്ഞു സുഖിപ്പിച്ചാൽ മതേതരത്വമായി. പാതിരി ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ മഹനീയമായ തലങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പാടി 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 പകർത്തും. മൗലവി പറയുമ്പോഴും അങ്ങനെ തന്നെ. തിരിച്ചിവർ പറയുമ്പോൾ അങ്ങോട്ടും ഇതൊക്കെ തന്നെ പറയണം. ഹിന്ദുത്വം ഇത്ര മഹിമയുള്ളതാണെങ്കിൽ എന്തിനാ ഹിന്ദുക്കളിൽ നിന്ന് ആളെ വലവീശി പിടിക്കണത് എന്ന് ചോദിക്കാമോ? അയ്യോ, ചോദിച്ചാൽ വേദിയുടെ മര്യാദ പോയില്ലേ? ഇത്രയും കേമ ഹിന്ദുത്വത്തിനുണ്ടെങ്കിൽ പിന്നെ എന്തിന് അവിടുന്ന് ഇങ്ങോട്ട് വലിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അത് ചോദിക്കില്ലേ. നമ്മൾ ഇഷ്ടമില്ലാത്തതൊക്കെ അല്ലേ, നമുക്ക് അതിന് വേണ്ടി ഒരു വാചകം നമ്മൾ എടുത്ത് പറയും. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. അതുകൊണ്ട് അല്ലേ അപ്രിയമായ സത്യങ്ങളൊന്നും പറയണ്ട നിങ്ങൾ വെക്കും. അതിന് വേറൊരു തരത്തിലും പറഞ്ഞൂടെ, അപ്രിയമായി സത്യം പറയണ്ടെന്ന്. രണ്ടും പറയണം. അപ്രിയമായി സത്യം പറയണ്ട, സത്യം പറയണ്ടെന്നല്ല, അപ്രിയ സത്യം പറയണ്ടെന്നുമല്ല, അപ്രിയമായ സത്യം പറയണ്ടെന്ന്. ഒരു ഡോക്ടർ രോഗിയെ നോക്കുമ്പോഴേ അയാൾ 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിട്ട് താനൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ടോ, 4 ദിവസത്തിൻ്റെ മുമ്പ് ചത്തുപോകും. അത് അപ്രിയമായി സത്യം പറയണതാ. സത്യം അവിടെ അപ്രിയമായി സത്യം പറയണതാ അല്ലേ.
അവിടെ ചില സൂചനകൾ കൊടുക്കാം, 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇതേ മരുന്നിനെ തുടർന്നോളൂ, കൂടുതലൊന്നും ചെയ്യണ്ട. അവിടെ അപ്രിയമല്ലാതെ ചില സത്യം അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതല്ലാതെ താനൊക്കെ ചത്തു പോവുകയാണോ എന്ന് പറഞ്ഞാൽ അത് അപ്രിയമായി സത്യം പറയലാണ്. അപ്പോൾ അപ്രിയ സത്യം പറയാം, പക്ഷെ അത് അപ്രിയമായി പറയാതിരുന്നാൽ മതി. അപ്പം നമ്മൾ ഇത് വിചാരിച്ചുകൊണ്ട് ഉള്ള സത്യം പറയുന്നുമില്ല. എല്ലാം ഒന്ന് എന്നുള്ളിടത്തേക്ക് അവിടെ എത്തിക്കുന്നതിൽ പലരും വിജയിച്ചു. ഈ ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാകേണ്ട ഒരു ധർമ്മം, ഒരു ജീവിത രീതി ഇത്തരക്കാരുടെ ജാടകളിൽ നിന്ന് പലതിലൊന്നു മാത്രമായി മാറി. അതാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ടാണ് പ്രസക്തിക്കനുസരിച്ച് ഇതിന് ലോകത്തെ നയിക്കാൻ കഴിയാതിരുന്നത്. പലതിലൊന്നാണെന്ന് നമ്മളും അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കില്ല. അതിനുശേഷമാണ് നമുക്ക് ഈ ചിന്താഗതിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് പലതിലൊന്നാണ് എന്ന്. പലതിലൊന്നാണെന്ന ചിന്ത ഭരണഘടനാ ശില്പികൾക്കുണ്ടെങ്കിൽ അവരിത്തരത്തിൽ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ചിത്രമോ രാമായണത്തിൻ്റെ ചിത്രമോ ഒന്നും എടുക്കില്ല. ഇത് പലതിലൊന്നല്ല. 8-10 വർഷം മുമ്പ് വരെയുള്ള നമ്മുടെ പാഠ്യപദ്ധതികൾക്ക് രാമായണമോ അല്ലെങ്കിൽ ഭാരതമോ അതൊന്നും പലതിലൊരു പുസ്തകമായിരുന്നില്ല. അതിലെ വരികൾ പഠിപ്പിക്കുമ്പോൾ മതേതരത്വത്തിന് മുറിവേൽക്കുമായിരുന്നില്ല, പലതിലൊന്നായിരുന്നില്ല. അത് മനുഷ്യനെ, വ്യക്തിയെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന പല മൂല്യങ്ങളും അതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് ഒരു മതഗ്രന്ഥമായിട്ട്, മതപരമായി മാത്രം അതിനെ കണക്കാക്കില്ല. അത് വിശ്വാസിക്ക് മാത്രമാണ് മതഗ്രന്ഥം. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന പലതും അതിലുണ്ട് എന്നതുകൊണ്ട് അതിലെ വരികളൊക്കെ നമുക്ക് വരികൾ പഠിക്കാനുണ്ടായിരുന്നു, കഥകൾ പഠിക്കാനുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നമ്മൾ ചുരണ്ടി മാറ്റി എല്ലാം ഇല്ലാതെ ആകെ മൊട്ടയടിച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പാഠ്യപദ്ധതിയിൽ വേണ്ട വിശ്വാസം. കാരണം നമ്മൾക്കിന്ന് രാമായണം എന്ന് പറഞ്ഞാൽ, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭാരതത്തിനെ ഖുർആൻ പോലെയോ ബൈബിൾ പോലെയോ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസിക്ക് അതിനേക്കാളൊക്കെ മോശമായിട്ടുള്ള അപമാനമായിട്ടാണ് തോന്നുന്നത്. ഒരനുഭവം പറയാം. കഴിഞ്ഞ മാസത്തിൽ ഞാൻ നാസിക്കിൽ ചെന്ന സമയത്ത് നാസിക്കിലൊരു സഹോദരൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ 9ാം ക്ലാസ് പഠിക്കുന്നുണ്ട് നാസിക്കിൽ സ്കൂളിൽ. അവിടെ മോറൽ സയൻസിൻ്റെ അധ്യാപകൻ ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചത്, മുസ്ലിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു. തപ്പെന്ന് ഉത്തരം വന്നു ഖുർആൻ. ശരി, ഖുർആൻ കണ്ടിട്ടില്ലാത്ത മുസ്ലിം കുട്ടികളെ എണീറ്റിക്കുക എന്നുണ്ട്. ആരും എണീറ്റില്ല. ഖുർആൻ വായിച്ചിട്ടില്ലാത്ത മുസ്ലിം കുട്ടികൾ എണീക്കുക തോന്നു. ആരും എണീറ്റില്ല. അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, ക്രിസ്ത്യാനികളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു. അതും ടപ്പെന്നുത്തരം വന്നു, ദ ഹോളി ബൈബിൾ. വെറും ബൈബിളും കൂടിയല്ല, ഹോളി ബൈബിൾ. ശരി, അത് കണ്ടിട്ടില്ലാത്ത ക്രിസ്ത്യൻ കുട്ടികൾ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ആരും എണീറ്റില്ല. അത് വായിച്ചിട്ടില്ലാത്ത ക്രിസ്ത്യൻ കുട്ടികൾ എണീക്കുക, അതും ആരും എണീറ്റില്ല. അടുത്ത് എന്താ ചോദിക്കാന്നറിയാലോ, ഹിന്ദുക്കളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചു. രാധ ലക്ഷ്മിയെ നോക്കി, ലക്ഷ്മി സീതയെ നോക്കി, സീത മീനാക്ഷിയെ ഒന്ന് നുള്ളി, അല്ലേ മീനാക്ഷി നീ പറഞ്ഞോക്കെ അതന്നെയാവേ പറഞ്ഞോക്കെ, ഏയ് വേണ്ടേ, അല്ല നീ പറഞ്ഞോക്കെ. ഇങ്ങനെ കുറച്ച് നേരത്തെ ഗ്രൂപ്പ് ചർച്ച. അധ്യാപകൻ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചപ്പോൾ ഒരു തലയ്ക്കുന്ന ഗീത, രാമായണം, നാരായണീയം, ജ്ഞാനപ്പാന, ഇങ്ങനെ വായിൽ വന്ന ഗ്രന്ഥങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. അധ്യാപകൻ തിരുത്തി കൊടുത്തൊന്നുമില്ല, ഇതൊന്നുമല്ല വേദങ്ങളാണ് എന്ന് അധ്യാപകൻ പറഞ്ഞില്ല. പകരം അധ്യാപകൻ മറ്റൊരു ചോദ്യം എടുത്തിട്ടത്, നിങ്ങളിപ്പോൾ ഇവിടെ കുറേ ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞു, ഗീത, നാരായണീയം, ഭാരതം, ഭാഗവതം. ശരി, ഇതിൽ ഒന്നെങ്കിലും കണ്ടിട്ടുള്ള ഹിന്ദു കുട്ടികൾ എണീറ്റ് നിൽക്കുകയെന്ന്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഒന്നെങ്കിലും കണ്ടിട്ടുള്ള ഹിന്ദു കുട്ടികൾ എണീറ്റ് നിൽക്കുകയെന്ന്. ദൈവം സഹായിച്ച് ആരും എണീറ്റില്ല. പിന്നെ അടുത്ത ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ, അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ പറഞ്ഞെങ്കിൽ എത്ര കുട്ടികളുണ്ട് എന്ന അടുത്ത ചോദ്യം ഇൻ്റർവ്യൂവിന് തയ്യാറാക്കി കൊണ്ടുപോയിട്ട് ചോദിച്ചാൽ അടി ഉറപ്പാണല്ലോ. കാരണം ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഇനി അടുത്തത് വേണ്ടാന്ന്. അപ്പോൾ അതേമാതിരി കണ്ടിട്ടില്ലാത്തോ പിന്നെ വായിക്കുമോ? അധ്യാപകൻ ആ ചോദ്യത്തിലേക്ക് കടന്നില്ല. ഇത് കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു, അച്ഛൻ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആരും എണീറ്റില്ല എന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ നീ എന്ത് പണിയാ കാട്ടിയേ? ഞാനിവിടെ ദിവസവും രാമായണം വായിക്കണത് നീ കാണുന്നില്ലേ, നീ എന്തേ എണീറ്റ് നിൽക്കാഞ്ഞെന്ന് ചോദിച്ചു. അതെ അച്ഛാ, ഞാൻ നോക്കുമ്പോഴേ ആരും എണീക്കണില്ല, പിന്നെ ഞാനായിട്ട് എങ്ങനെ എണീക്കുക? അപ്പം ഞാനും അവിടെ തന്നെ ഇരുന്നു. അപ്പം ഇപ്പോഴും ഏത് കാലഘട്ടത്തിലേക്കും പ്രസക്തമായ ഹൈന്ദവ ധർമ്മം അത് പിൻപറ്റുന്നവർ ഇന്ന് നിൽക്കുന്നത് ഈ ഒരു അടിമത്വത്തിലാണ്. അവർക്കിന്ന് നാണമാണ്. ഇതൊക്കെ ഉണ്ടെന്നോ അറിയണമെന്നൊക്കെ പറയാൻ ഒരു ശരാശരി ഹിന്ദുവിന് നാണമാണ്. കൊല്ലം 103 കഴിഞ്ഞു, അല്ലേ? കേരളം മുഴുവനും ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഹിന്ദുമത കൺവെൻഷന് 103ാമത്തെ വയസ്സ്. ഈ നാണം മാറ്റാൻ എന്താ ചെയ്യുക? കേരളം മുഴുവൻ ഇറങ്ങാൻ സാധിക്കില്ലേ ഇത്തരത്തിലുള്ള നാണം മാറ്റാൻ? ഇതൊക്കെ നമ്മുടെയാണ് എന്നുള്ള ചിന്താഗതി അപ്പോഴേ ഇതിനൊക്കെ പ്രസക്തിയുള്ളൂ. അല്ലാതെ ഇതിൻ്റെയൊക്കെ മഹിമ പാടിപ്പകഴ്ത്തിയിട്ട് കാര്യമുണ്ടോ?
ഹിന്ദുത്വത്തിൽ അതുണ്ട്, ഹിന്ദുത്വത്തിൽ ഇതുണ്ട്, ഹിന്ദുത്വം ആനയാണ്, ഹിന്ദുത്വം ചേനയാണ്. ഒരു പ്രഭാഷണത്തിനാണ് കിട്ടിയ ഇത്ര നീളത്തിൽ പറയാം. ഇത് അനുഭവിച്ചറിയാതെ ആളുകൾ വിശ്വസിക്കുമോ? ഹിന്ദുത്വം എന്താണ് എന്നറിയേണ്ടത് വേദങ്ങളിൽ തപ്പിയിട്ടല്ല, ഉപനിഷത്തുകളിൽ തപ്പിയിട്ടല്ല, ഇതിഹാസങ്ങളിൽ തപ്പിയിട്ടല്ല, എന്നെ നിങ്ങളീ നോക്കിയിട്ടാണ്, നമ്മുടെ ജീവിത രീതി നോക്കിയിട്ടാണ്, നമ്മുടെ ജീവിത വിജയം നോക്കിയിട്ടാണ്, നമ്മുടെ പെരുമാറ്റവും പ്രവർത്തനവും നോക്കിയിട്ടാണ്. അല്ലാതെ ഇതൊന്നും നോക്കിയിട്ട് അതൊക്കെ നോക്കുമ്പോൾ വിമർശിക്കാൻ മാത്രമേ നോക്കുള്ളൂ. അപ്പം ഇത് നമ്മളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. അല്ലാതെ എത്ര കേമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ജീവിത രീതി നമ്മളിൽ ഉണ്ടാകണം, അതുണ്ടാക്കാനുള്ള പരിശ്രമവും വേണം. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാരണം, കാലിക പ്രസക്തമാണ് ഹിന്ദുത്വമെന്ന് ഹിന്ദുക്കളെക്കാൾ മുൻപ് ധരിച്ചത് മറ്റുള്ള സംസ്കാരങ്ങളിൽപ്പെട്ടവരാണ്. കാലിക പ്രസക്തിയുള്ളതാണ്, ഇത് എന്നെന്നും നിലനിൽക്കും. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെ വളരെ ആസൂത്രിതമായി നടത്തിയ പരിശ്രമങ്ങളാണ് നമ്മളിൽ ഇത്തരം അപമാനവും അടിമത്വവും ഒക്കെ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ പടയോട്ടങ്ങൾ നമ്മുടെ മനസ്സിനെ തളർത്തിയിട്ടില്ല. ഉത്തരേന്ത്യയിലെ സുൽത്താൻമാർ നടത്തിയ പടയോട്ടമാകട്ടെ, മലബാറിൽ ടിപ്പു നടത്തിയ പടയോട്ടമാകട്ടെ, നമ്മുടെ മനസ്സിനെ തളർത്തിയിട്ടില്ല. കാലത്തിലേക്ക് വരിക. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ മാസത്തിൽ ഒരു ലോറിയിൽ 45 കാളകളെ കയറ്റിയിട്ട്, കാള എന്ന് പറഞ്ഞാൽ ഒരു 1.5 കാളയെ, ശരിക്കും നന്ദി, മുതുകത്ത് പൂഞ്ഞിയൊക്കെ ഉള്ള വലിയ കാള. ഇതെങ്ങനെ 45 ഒരു ലോറി കയറ്റിയെന്ന് ചോദിച്ചാൽ മിക്കവാറും ഗോപിനാഥ് മുതുകാട് അവർക്ക് ശിക്ഷപ്പെടും. കാരണം മൂപ്പര് ഈ പെട്ടിന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുക്കണമെങ്കിൽ ആദ്യം ഇത് പെട്ടിയിൽ വെക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാ ഇത് ഈ ലോറിക്കകത്ത് ഈ 45 കൊള്ളിച്ച് എന്നുള്ളത് ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള മജീഷ്യന്മാർ ഇവർക്ക് ശിക്ഷപ്പെടേണ്ടി വരും. ആ 45 അതിന് കൊള്ളിച്ചു എന്ന് മാത്രമല്ല, അത് ഒരു തിരിയുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ ഒരു തിരിവ് തിരിയുമ്പോൾ ഈ ലോറിയാണ് മറന്നു. ലോറി മറഞ്ഞു എന്ന് മാത്രമല്ല, 6 കാളകൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. ഒരു 8-9 മൃതപ്രായമായി. എല്ലാ കാളകൾക്കും അത്യാവശ്യം പരിക്ക് പറ്റി. ഒരു ചെറിയ മുറിവെങ്കിലും പറ്റാത്ത ഒരു കാളയില്ല, എല്ലാറ്റിനും പറ്റി. ആളുകൾ ഓടിക്കൂടിയപ്പോൾ സ്വാഭാവികമായി അവിടെ വന്ന ഹൈന്ദവ സംഘടനയുടെ പ്രവർത്തകർ പറഞ്ഞു 2 കാര്യങ്ങളിൽ ഒരു നിർബന്ധം പിടിച്ചു. ഒന്ന്, ഇതിങ്ങനെ കൊണ്ടുവരുന്നത് എങ്ങനെ, എവിടെയൊക്കെ നിയമം ലംഘിച്ചു കേസെടുക്കണം ഇവരുടെ പേരിൽ. 2, അതിനു മുൻപ് ഈ കാളകളെ മുഴുവൻ ചികിത്സിക്കണം, ജീവനുള്ള കാളകളെ മുഴുവൻ ചികിത്സിക്കണം. ഒന്നുകിൽ വെറ്റിനറി ഡോക്ടർമാരെയും സംഘത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ കാളകളെ മുഴുവൻ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഇതിൽ കുറഞ്ഞൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്നപ്പോൾ 95% ഹിന്ദുക്കളുള്ള ഗ്രാമമാണ് കേട്ടോ. അവിടെ ഓടിക്കൂടിയ നല്ല ചെറുതല്ലാത്ത ഒരു ശതമാനം ആളുകൾ, അവർ പ്രായോഗികവാദികളായിരുന്നു. അവരുടെ അഭിപ്രായം എന്തായിരുന്നു എന്നറിയോ? ആ അഭിപ്രായം നമ്മൾ കേൾക്കണം. ഹിന്ദുത്വത്തിൻ്റെ കാലിക പ്രസക്തി കേൾക്കുമ്പോൾ അവർ പറയണത്, എന്തിനാ ചികിത്സിക്കാനൊക്കെ നിൽക്കണത്, പകരം എന്താ ഇപ്പം വേണ്ടത്, ഉടനെ വേറൊരു ലോറിയിൽ കൊണ്ടുവരിക, എന്നിട്ട് ഈ കാളകളൊക്കെ ആവണതും പെട്ടെന്ന് ഇവിടുന്നാണ് കൊണ്ടുപോവുക. എന്തിനാ ഈ ആവണതും പെട്ടെന്ന് കൊണ്ടുപോകണത്? എന്നാൽ ചാകണേൻ്റെ മുമ്പ് അറക്കാത്രേ. ഇപ്പം കൊണ്ടുപോയാൽ ചാകണേൻ്റെ മുമ്പ് അറക്കാം. ഇത് പറയുന്നവൻ ഹിന്ദുവാണ്. ഗോവിന്ദനെ, ഗോപാലകനെ, ഗോപരിപാലകനെ, ഗോപകുമാരനെ, ഗോപാലകൃഷ്ണനെ. ഈ ഗോ പോന്നല്ല അല്ലേ, പോന്നല്ല പറഞ്ഞിരിക്കണത്. പിന്നെ എന്ത് ഗോവിന്ദന്, എന്ത് ഗോപാലകന്? എത്ര ശിവക്ഷേത്രത്തിലാണ് പോണത്? അതൊക്കെ വേറെ. പക്ഷെ പറഞ്ഞത് എന്താ, നമ്മൾ പ്രായോഗികവാദികളാണ്. ഇതിനെ ഇപ്പം കൊണ്ടായാൽ ചാകണേൻ്റെ മുമ്പ് അറക്കാം. അപ്പം ചത്തിട്ട് അർത്താൽ എന്താ കുഴപ്പം? അയ്യോ, ചത്തിട്ട് അർത്താൽ കഴിക്കാൻ പാടില്ല. ആർക്ക്? അത് ഏത് വേദത്തിലാണ് പറഞ്ഞത്? ഏതെങ്കിലും ഋഗ്വേദത്തിലുണ്ടോ, യജുർവേദത്തിലുണ്ടോ, സാമവേദത്തിലുണ്ടോ, അഥർവവേദത്തിലുണ്ടോ, ഉപനിഷത്തുക്കളിലുണ്ടോ? നമുക്ക് നമ്മുടെ ഒന്നും അറിയില്ലെങ്കിൽ ആരാൻ്റെ നന്നായിട്ട് അറിയാം. അത് നടപ്പിലാക്കി കൊടുക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറുക. മറ്റൊരു കൂട്ടർ സമാധാനിക്കുന്നു, കൊന്നാ പാപം തിന്നാ പോകും. നമ്മൾ ആ വിശ്വാസികളാ. സത്യ, കൊന്നാ പാപം തിന്നാ പോകും. അതിനെ തിന്നാലല്ല, പാപം തിന്നെ തീർക്കണം എന്ന്, അനുഭവിച്ചെന്നെ തീർക്കണം എന്നാണ്. അല്ലാണ്ട് അതിനെ തിന്നാ പാപം അങ്ങോട്ട് പോകുന്നല്ല. അങ്ങനെയൊക്കെ പ്രായോഗികവാദികളായി നമ്മൾ. ഹിന്ദുത്വത്തിനെതിരെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളിൽ മുഴുവൻ വെള്ളം ചേർത്തു, നമ്മുടെ വിശ്വാസങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞു. ആചാരമില്ല, അനുഷ്ഠാനമില്ല, വിശ്വാസമില്ല. പിന്നെ സനാതന ധർമ്മത്തിന് എന്ത് മഹിമയുണ്ടായിട്ട കാര്യം? ഏറ്റവും അടിത്തറയാണ് ഈ പശുവിലുള്ള അല്ലെങ്കിൽ പശുവിനെ ആരാധന. അവിടെ പോയി, അവിടെ തൊട്ട് അങ്ങോട്ട് കേരളത്തിൽ നോക്കിയാൽ നാമമില്ല, അല്ലേ, വ്രതമില്ല, ഒന്നുമില്ല. എന്താ നമുക്ക് സംഭവിച്ചത്? കാലികമായി ഏത് തകരാറാണ്
നമ്മളെ അകറ്റിയത് എന്നുകൂടി നമുക്ക് ചിന്തിച്ചേ മതിയാകുള്ളൂ. അതിന് കാരണമുണ്ട്. നമ്മളിൽ പല അനാചാരങ്ങളും ഉണ്ടായിരുന്നു, ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു. അത് നമ്മളെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ ആ അനാചാരങ്ങളും ദുരാചാരങ്ങളൊക്കെ സമയത്ത് നീക്കാൻ അവതാര സദൃശ്യരായ ആചാര്യന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കേരളം ഭ്രാന്താലയമാണ് എന്ന് തോന്നിക്കുന്ന സമയത്ത് അവതാര സദൃശ്യരായി നമുക്ക് കിട്ടി. ചട്ടമ്പി സ്വാമികളെ, ശ്രീനാരായണ ഗുരുദേവനെ, മഹാത്മാ അയ്യങ്കാളിയെ. അങ്ങനെ കേരളം ആവശ്യത്തിനനുസരിച്ച് അവതാരങ്ങളെ കൊണ്ട്, കാരണം ഭൂമിയിലേക്ക് ഈശ്വരൻ പറഞ്ഞയച്ചതാണോ എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ അനാചാരങ്ങളും ദുരാചാരങ്ങളിലുമാണ് അവർ കൈവച്ചത്. ഭംഗിയായി അവരതിനൊക്കെതിരെ പ്രവർത്തിച്ചു. അനാചാരങ്ങൾ പരിഷ്കരിക്കാനും ദുരാചാരങ്ങൾ ഒഴിവാക്കാനും അത് ഏറെക്കുറെ ഭംഗിയായി നടന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അവർക്കറിയാം എല്ലാവരും ഒത്തുകൂടാനും എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ആചാരങ്ങൾ പുലരണമെങ്കിലും എല്ലാവരും ക്ഷേത്രത്തിലെത്തണം. അതുകൊണ്ട് നമ്മുടെ നവോത്ഥാനം ക്ഷേത്രങ്ങളിലേക്ക് ആളെ എത്തിക്കുന്നതിലായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. മഹാത്മാ അയ്യങ്കാളി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ വേണം. ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ക്ഷേത്രം വേണം, ക്ഷേത്രത്തിൽ കൂടി മാത്രമേ ഞങ്ങൾ സാംസ്കാരികമായി ഉയരുകയുള്ളൂ. ഇന്നും സ്വാധീനിക്കും എന്നറിഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിൽ ഉപയോഗിക്കുന്നു. ഇന്ന് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ആളാകണമെങ്കിൽ, അവാർഡ് കിട്ടണമെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് ചോട്ടിയാൽ മതി എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തി. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും ഉണ്ടാവും രക്ഷപ്പെടുത്താൻ, അല്ലേ? ഒരു PK സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കേരളത്തിലിറങ്ങിയ ലിറ്റിൽ സൂപ്പർമാൻ അവിടെ പോയി, അത് പോയ വഴിയില്ല. കാരണം അതിൽ ആർക്കൊക്കെയോ നോവുന്ന ചിലതുണ്ട്. അത് മിണ്ടാതെ അത്തരം സിനിമ അങ്ങോട്ട് പിൻവലിച്ചു. ഹിന്ദു ദേവീ ദേവന്മാരെ നഗ്നരാക്കി വരച്ചാൽ നമ്മുടെ നാട്ടിൽ അവാർഡ് കിട്ടും. പക്ഷേ മറ്റു വല്ല മതങ്ങളിലേക്കും ഒന്ന് ടോർച്ചടിച്ചു നോക്കിയാൽ അവന് വധശിക്ഷയാണ് വിധിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആരും അന്വേഷിക്കാറുമില്ല, പോകാറുമില്ല. അപ്പോൾ ഇപ്പം സാഹിത്യവും കലയും നമ്മെ നശിപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്നു. സീരിയലുകളും സിനിമകളും ഒക്കെ കാണാറില്ലേ? സീരിയൽ കണ്ടാൽ എല്ലാവരും എത്തിച്ചേർന്നത് എന്നോട് പറയാറുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായൊരു വലിയ സത്യമുണ്ടെന്ന്. ഈ നാട്ടിലെ എല്ലാ വെടക്ക അമ്മായിയമ്മമാരും ഹിന്ദുക്കളാണ് എന്നുള്ളത്. കാശിന് കൊള്ളാത്തതെല്ലാം ഹിന്ദുക്കളാണ്. കള്ള സന്യാസി ഉണ്ടാകും, കള്ള പൂജാരി ഉണ്ടാകും, കള്ള ജ്യോത്സ്യനുണ്ടാകും. ഹിന്ദുത്വത്തെ അവിടെ വില കുറയ്ക്കുന്നു. വില കുറച്ച് നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തിക്കുന്നു. പുരാണ കഥയല്ലേ വെച്ചിട്ട് കുട്ടികളോടൊക്കെ കാണാൻ പറഞ്ഞു ഗണപതി. പുരാണല്ല അല്ലേ? ഗണപതിയുടെ ചില വിക്രിയകളൊക്കെ കാണാലോ എന്നൊക്കെ വിചാരിച്ച ബാലഗണപതി കണ്ടോളൂ. കുട്ടികൾ കാണണമെന്നായപ്പോൾ അവിടെയും വിഷം പ്രയോഗിക്കാൻ നോക്കി. ഒരാവശ്യമില്ലാതെ കഴിഞ്ഞ 2 ആഴ്ചയിൽ കണ്ടു 2 ആൾ ദൈവങ്ങളെ കൊണ്ടുപോയിട്ട് നല്ല കാവിയുടുത്ത് കാവിയൊക്കെ ഇട്ട് നല്ല വട്ട ചന്ദന പൊട്ടും അതിൻ്റെ ഉള്ളിൽ നല്ല ചുവന്ന സിന്ദൂര പൊട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ആൾ ദൈവങ്ങൾ അവിടെയും എത്തിച്ചു. എത്ര സൂത്രപ്പണിയിൽ, എത്ര സൂക്ഷ്മമായിട്ട് നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി നമ്മളല്ലേ, പുഴയൊരിക്കലും വറ്റില്ല, പുഴയൊരിക്കലും നശിക്കില്ല. പക്ഷേ നമുക്കതിനെ മലിനീകരിക്കാം, നമുക്കതിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്താം. സനാതനധർമ്മത്തിലും അതൊക്കെ തന്നെ സംഭവിക്കുന്നു. സാഹിത്യവും കലയും ഒക്കെ സംഘടിതമായി നമുക്ക് നേരെ നീങ്ങുമ്പോൾ, എഴുതാൻ അറിയാവുന്നവൻ്റെ പേന അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. നേരത്തെ പറഞ്ഞ ചർച്ചകളൊക്കെ അതിൻ്റെ വെളിച്ചത്തിലാണ്. എല്ലാ ചർച്ചയും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂല്യങ്ങളിലേക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പത്മനാഭസ്വാമി ക്ഷേത്രം പറഞ്ഞാൽ സ്വത്ത് വന്ന വഴി അന്വേഷിച്ചു പോകും. എവിടെ നിന്നായിരിക്കണം വന്നത്? അപ്പോൾ സ്വത്തല്ല, വന്ന വഴിയാണ്. മറ്റു പലരുടെയും സ്വത്തിനെ പറ്റി അങ്ങനെയാണ് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ സ്വത്ത് എങ്ങനെയാണ് വന്നതെന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? അവിടേക്കൊന്നും പോകില്ല. അപ്പോൾ ഇത്തരം കൺവെൻഷനുകൾക്ക് കൂടിയിരുന്ന് പിരിയുന്നതിനപ്പുറം ഒരു തലമുണ്ടാകണം. ഇപ്പോൾ ഉണ്ട്. അതൊന്നും കൂടി ഗൗരവമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നിന്ന് വിചാരിച്ചാൽ കേരളത്തിൻ്റെ മുഴുവൻ ഹൈന്ദവ നവോത്ഥാനത്തിന്, ഹൈന്ദവ ശാക്തീകരണത്തിന്, ഹൈന്ദവ ദൃഢീകരണത്തിന് അല്ല, ലോകത്തിലേക്ക് മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെ മഹിമയാർന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷന് സാധിക്കും. ഹിന്ദുമത പരിഷത്തിന് സാധിക്കും. നിസ്സാരക്കാരല്ല. കാരണം ഈ 103 വർഷം നടത്തിക്കൊണ്ട് പോയവർ നിസ്സാരക്കാരല്ല. ഓരോ വർഷവും മുന്നോട്ട് വരുന്നു. പക്ഷേ ഇവിടെ തുടങ്ങി, ഈ ഒരാഴ്ചത്തെ പരിപാടിയിൽ തുടങ്ങി, ഈ ഒരാഴ്ചത്തെ പരിപാടിയിൽ അവസാനിക്കുന്നതാകരുത്. ഇത്തിരി വട്ടത്തെ സ്വപ്നങ്ങൾക്കപ്പുറം കുറച്ചുകൂടി വിശാലമായ സ്വപ്നങ്ങൾ കാണാനും പടിപടിയായി അതിലേക്കൊക്കെ നടന്നെടുക്കാനും ഒക്കെ സാധിക്കണം. കേരളം മുഴുവൻ ഇങ്ങോട്ട് തീർത്ഥയാത്ര വരുന്നൊരവസ്ഥ. ഓരോ പ്രദേശങ്ങളിലും ഇതിന് യൂണിറ്റുകളുണ്ടായ,
അവിടെയും ചെറിയ ചെറിയ തോതിലുള്ള കൺവെൻഷനുകൾ നടന്നാൽ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഒറ്റയടിക്ക് എല്ലാ ഗ്രാമത്തിലും എത്താൻ പറ്റില്ല. ഒരു ജില്ല ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെയൊക്കെ പ്രാദേശിക യൂണിറ്റുകൾ ഉണ്ടാക്കുകയും അവിടെ ചെറിയ തോതിലുള്ള ഹിന്ദുമത കൺവെൻഷനുകൾ നടത്തുകയും ഇവിടെ ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്തേക്ക് അവിടെ നിന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം നിശ്ചയിച്ചിട്ട് ഒരു ദിവസം ഇന്ന ഭാഗങ്ങളിലുള്ള ആളുകൾ വരണം എന്ന് പറഞ്ഞാൽ ഇത് പത്തനംതിട്ടക്കാരുടെയോ ചെറുകോൽപ്പുഴക്കാരുടെയോ മാത്രം സ്വകാര്യ സ്വത്താകില്ല. ഇത് കേരളത്തിൻ്റെതായി അങ്ങനെയാണ് വളരുക. ഓരോ ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് തീർത്ഥയാത്ര വരുന്നത് പോലെ, മണ്ഡലക്കാലം ഓർത്തുവെക്കുന്നത് പോലെ, തിരുവൈരാണിക്കുളത്തെ ക്ഷേത്രം നട തുറക്കണത് ഓർത്തുവെക്കണത് പോലെ, നാലമ്പല ദർശനം ഓർത്തുവെക്കണത് പോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ മനസ്സിൽ ഓർത്തുവെക്കും. അത് തന്നെയുണ്ടാവില്ല, ഒരു ഉത്തരവിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പ്രാദേശികമായ യൂണിറ്റുകൾ ഉണ്ടാക്കണം. അവിടെയൊക്കെ മതപഠനത്തിനും അതേപോലെ തന്നെ മതപഠനമൊക്കെ നടക്കണമെങ്കിൽ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കണമെന്നല്ലേ, മത്സരങ്ങൾ നടത്തിയിട്ടും കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നിട്ടും അതിന് പേരും പ്രശസ്തിയും കൊടുത്തിട്ടും നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ട് എത്തിക്കാൻ ഒരു 10-20 കൊല്ലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അന്നത്തെ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദു എന്തായിരിക്കണം, അന്നത്തെ ഹൈന്ദവ കേരളത്തിൻ്റെ രൂപം എന്തായിരിക്കണം എന്ന് ഇന്നേ ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കാനും നമുക്ക് സാധിക്കും. സാധിക്കില്ല എന്നുള്ളതല്ല, സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ ഹിന്ദുത്വത്തിൻ്റെ കാലിക പ്രസക്തി 20 വർഷത്തിനപ്പുറം ഒരു വിഷയമായി എടുക്കണ്ട. കാരണം എല്ലാവരും അനുഭവിച്ചെന്ന് കാണുന്നത്. ഇപ്പം ഇല്ലാത്ത മുതൽ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് അത്രേ എന്ന് പറയണം. ഹിന്ദുത്വം കൊണ്ട് ഇന്ന മഹിമകൾ ഉണ്ട് അത്രേ എന്നാണ് ഇപ്പം പറയേണ്ടത്. അതല്ല, ഉണ്ട് എന്ന് അനുഭവമുള്ളവർ വന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം. അതിനുള്ള ശേഷി സനാതന ധർമ്മത്തിനുണ്ട്. ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഓരോരുത്തരും തന്നാലാകുന്നത് ചെയ്യുന്ന അണ്ണാറക്കണ്ണന്മാരായാണ്. ഒരു ഇത്തിരി തളർച്ചയൊക്കെ വരുമ്പോൾ ഭഗവാൻ നമ്മളിലുണ്ട് എന്ന് ചിന്തിക്കുന്ന അർജുനന്മാരായാണ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം അർജുനന്മാർ തളർന്നിരിക്കുക, കാരണം ഭഗവാനെ കാണുന്നില്ല. ഭഗവാൻ വേറെ എവിടെയല്ല, നമ്മുടെ വണ്ടിയിലാണേ. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ അന്വേഷിച്ച് പോവുക, നമ്മുടെ വണ്ടിയിലുണ്ട്. ആ ഭഗവാന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊരുതാം. പോരാട്ടത്തിൻ്റെതാണ് ഈ ധർമ്മത്തിൻ്റെ ചരിത്രം. ഇത് പോരാട്ടത്തിൻ്റെതാണ്, യുദ്ധത്തിൻ്റെതല്ല. പട്ടിണിയോട് പൊരുതാൻ, ഇല്ലായ്മയോട് പൊരുതാൻ, രോഗങ്ങളോട് പൊരുതാൻ, മാനസികമായ ചില ദൗർബല്യങ്ങളോട് പൊരുതാൻ, ഇങ്ങനെ പോരാടാൻ പഠിപ്പിച്ച് ആണത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്, നിഷ്ക്രിയത്വമല്ല. ആണത്വം പോയി നിഷ്ക്രിയത്വം വന്നാൽ പോയി ഈ ധർമ്മത്തിൻ്റെ എല്ലാം. അപ്പം അങ്ങനെ ആണത്വത്തോടു കൂടി പൊരുതി ഹിന്ദു ധർമ്മത്തെ ലോകത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമായി മാറുന്ന ഒരു നാള് നമ്മുടെയൊക്കെ മനസ്സിൽ കാണുക. അതിൽ കുറഞ്ഞ ഒന്നും സ്വപ്നം കാണണ്ട. 600 ചില്ലാനം കോടി അല്ലേ, ലോകത്തുള്ള മുഴുവൻ 600 ചില്ലാനം കോടി ജനങ്ങളും ഹിന്ദുത്വത്തിൽ ആവേശം കൊള്ളുന്നവരായി, ഹിന്ദുത്വത്തിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് സ്വപ്നം കാണാം. അതിൽ കുറഞ്ഞ പരിമിതമായ ലക്ഷ്യങ്ങളൊന്നുമല്ല നമ്മുടെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക്. കാരണം അല്ലാതെ അതിൻ്റെ മഹിമ എങ്ങനെയാണ് ലോകത്തെത്തുക? ഇത് കേമാണെങ്കിൽ ഇത് എല്ലാവരും അനുഷ്ഠിക്കണം. അപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലാൻ, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ വിവേകാനന്ദ സ്വാമിയൊക്കെ ചെയ്തതുപോലെ വാരി വെതറി ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.